പറയുന്ന ഒരു സംഘത്തിൽ പോയി ഒരു ഹജ്ജാണല്ലോ ഇപ്പൊ നമ്മുടെ കാര്യം. ഇനി വേറെ തന്നെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നല്ലൊരു കാര്യത്തിന് കൂടി ഒരുമിച്ച് കൂടി അതിനൊരു നേതൃത്വം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അവരെന്താ പറഞ്ഞത്? അതനുസരിക്കലാണ്. നിങ്ങൾ സാധാരണയിലുള്ള പ്രാഥമികമായ മര്യാദകളെക്കാണ് അവരെന്ത് പറഞ്ഞു എന്നുള്ള മസ്ലഹത്ത് പരിപാലിക്കലും അതിനെ പൂർണ്ണമായി അംഗീകരിക്കലും നിർബന്ധമാണ്, വാജിബായ ഹക്കാണ്. അത് ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കുറ്റമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ പറയും, വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലുമൊക്കെ കണ്ണുവെട്ടിച്ച് പോകുന്നൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പോകരുത് പോകരുത് പോകരുത്, അഥവാ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. 76 നമ്മൾ ഹജ്ജിന് പോയ സമയത്ത് നമുക്കൊരു നേതൃത്വ ഉത്തരവാദിത്വമൊന്നുമില്ല. നാട്ടിൽ നിന്ന് പോയതാണ്. ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. നടന്ന് ഇവിടുന്ന് മക്കത്തുനിന്ന് മീനായിലേക്ക് നടന്നു. വാഹനങ്ങളൊന്നുമില്ല. വാഹനങ്ങളില്ലാതെ കയ്യാട്ടിയാലൊക്കെ കിട്ടും. അതിനുള്ള യോഗ്യതയും യുക്തിയൊന്നുമില്ല. പിന്നെ പൈസ കണക്കൂട്ടി നോക്കുമ്പോൾ 5 റുപ്യ നാട്ടിലത്തെ ഓർമ്മ വന്ന് വലിയ സംഖ്യ വരും. അപ്പൊ അത് വെച്ച് അടുത്തടുത്ത് അങ്ങനെ നടന്നു. എല്ലായിടത്തും നടത്തം തന്നെ. പിന്നെ പള്ളിയുടെ ഉള്ളിൽ കൂടി അങ്ങനെ വെള്ളം കുടിക്കാൻ പോയ സ്ഥലം പോവും, മൂത്രമൊഴിക്കാൻ പോയാലും സ്ഥലം പോവും. അവിടെ ഇരുന്ന് ബെസ്നെറ്റ് പെയ്യ കൂടി മായാറപ്പോൾ പിന്നെ പള്ളിൻ്റെ ഉള്ളിൽ ചെന്ന് കടന്നുകൂടിയപ്പോൾ എല്ലാ സൗകര്യങ്ങളും പള്ളിയുടെ ഉള്ളിൽ ആൾക്കാർ ഇങ്ങനെ അവിടെ ചില ആളുകൾ ചായ ഉണ്ടാക്കുന്നുണ്ട്, ചോറ് വെക്കുന്നുണ്ട് പള്ളിയുടെ ഉള്ളിൽ, പിന്നെ അപ്പം ചൂടുന്നുണ്ട്. അങ്ങനെ ഏതോ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചെന്നിരുന്നു, ഒരു സുധാനി പെണ്ണിൻ്റെ അടുത്ത്. അവള് നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണ്ട. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണ്ടെന്ന് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടട്ടോ, അല്ലാതെ ഇത് അത്ഭുതം എന്തൊന്നുമല്ലത്. എന്തെങ്കിലും കിട്ടും ചോദിക്കാൻ വാശകളൊന്നും അറിയില്ല. ഇങ്ങനെ ആകെ അങ്ങനെ ഇരുന്ന് പല പ്രാവശ്യം നോക്കിയപ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്ത് നല്ല ഇത്ര പോകുന്നൊരു വട്ടത്തിലൊരു പത്തിരിയും ഒരു 1/2 ഗ്ലാസ് ഒരു സുലൈമാനി ചായയും തന്നു. അൽഹംദുലില്ലാഹ്, എന്താണത്? അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ദ്വാരക്കണമുണ്ട്. അതൊക്കെ എന്താ സാധനം? ആ കിട്ടിയ സാധനങ്ങൾ അതിനോട് തുല്യമായ ഒരു ഭക്ഷണം പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ നിന്ന് ലോഹർ നിസ്കരിച്ചിട്ട് ഏതായാലും റഫയിൽ നിൽക്കുക എന്നുള്ള ആ ഉദ്ദേശപ്രകാരം കൊണ്ട് ഇറങ്ങി നോക്കുമ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മഞ്ചലയിൽ ആളുകളിലൊക്കെ പഴയ കാലത്ത് മഞ്ചല കൊണ്ടുപോകും പോലെ മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അറഫയിലുള്ള ജബലുർ റഹ്മയിലേക്ക് പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. ജബലുറഹ്മയിലേക്ക് അങ്ങോട്ടും പോകാൻ വയ്യ, അങ്ങോട്ടും പോകാൻ വയ്യ. ഇതിന് മുമ്പ് ഒരു ക്ലാസ് ഒന്നും കൂടിയിട്ട് പോയതല്ല, ഒരു ഉത്തരവാദിത്വം അങ്ങോട്ട് പോയി അവലായിട്ട് പോയതാണ്. മയ്യത്തുകൾ ഇങ്ങനെ ഒരു മയ്യത്തോ 2 മയ്യത്തോ എവിടുന്നാത് കൊണ്ടുവരുന്നത്? അപ്പോളിങ്ങനെ അറിയാവുന്ന നമ്മുടെ കൂടെയുള്ള ചിലരൊക്കെ പറഞ്ഞു, ഗൾഫിൽ നിന്ന് 1-2 പരിചയക്കാരോ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു തിരക്കിൽപ്പെട്ട് മരിച്ച മയ്യത്ത് കൊണ്ടുപോവാണ്. അറഫയിലുള്ള മരുഭൂമിയിലേക്ക് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയ ജബലുർ റഹ്മിലേക്ക് പോകാനും വേണ്ടി തിക്ക് പിടിച്ചതായിരിക്കും. അത് ജനങ്ങളെ പട്ടാളങ്ങളും പോലീസുകളൊക്കെ കൈവിട്ടുപോയി നിയന്ത്രിക്കാൻ കഴിയാതെ അങ്ങനെ തിക്കിൽപ്പെട്ട് മരിച്ചതായ മയ്യത്തുകളാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നാക്കം പോരണം. ആ ഘട്ടപ്പെട്ടുപോയി. ഇങ്ങനെ ഉള്ളതായ ബുദ്ധിമുട്ടുകൾ. പിന്നെ നമുക്ക് ഹജ്ജ് ഛർദ്ദിക്കാൻ പറ്റുമോ? നമുക്ക് ദ്വാരക്കാൻ പറ്റുമോ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പോയില്ലേ? അതിനാണ് അനുസരണങ്ങളും അച്ചടക്കവും നമുക്ക് ആവശ്യമാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നത്. അപ്പൊ മുസ്ദലിഫയിലുള്ളതായിരിക്കുന്ന കുളി അത് മുഴുവനും നമുക്ക് പ്രായോഗികമല്ല. അപ്പൊ നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ മുസ്ദലിഫയിൽ കുളിക്കണമെന്ന്. ഇപ്പൊ എന്താ അതിനെപ്പറ്റി ഒന്നും പറയണില്ലേ? ക്ലാസ് ഒന്നല്ലേ? ക്ലാസ് കേൾക്കാൻ അവിടെ ആളെ കിട്ടുമോ ചെയ്യുന്നുള്ളതാ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ക്ലാസ് പിന്നാണ് അവിടെ. പിന്നെ അതിന്റെ ശേഷമുള്ളതായി ഇപ്പൊ എത്ര കുളി പറഞ്ഞു? 1, 2, 3, 4. ഇനി വലി തവാഫിൽ ഇഫാലത്തി, ഇഫാലത്തിന്റെ തവാഫിനുള്ളതായിരിക്കുന്ന ഒരു കുളി. ഇഫാലത്തിന്റെ തവാഫ് ഹജ്ജിന്റെ ഫർളായ ഒരു തവാഫ്. ആ തവാഫിന് ഇന്തിഹാ ഇല്ല, അറ്റമില്ല, മരണം വരേക്ക് നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സമയം അറഫയിലുള്ള നൃത്തത്തിന്റെ ശേഷമാണ്. അറഫയിൽ നിന്നതിന്റെ ശേഷം അതിന്റെ വഖത്ത് കിടക്കുള്ളൂ. അറഫയിൽ നിൽക്കാത്ത ആൾക്ക് ഇഫാലത്തിന് തവാഫില്ല. അപ്പൊ അറഫയിലുള്ളതായിരിക്കുന്ന നൃത്തം കഴിഞ്ഞ് മുസ്ദലിഫയിലുള്ള രാപ്പാർക്കലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തർത്തീബ് പ്രകാരം സുന്നത്തുകളും വാജിബാത്തൊക്കെ ഉൾപ്പെടുത്തിയതായ തർത്തീബ് പ്രകാരം നമുക്ക് ഇഫാലത്തിൻ്റെതായ തവാഫിനുള്ളൊരു കുളി, അത് ഫർളായ തവാഫ്. ഹജ്ജിന് ആകെ ഒരു തവാഫ് മാത്രമാണ് ഫർളുള്ളത്. ആ തവാഫിന്റെ പേര് തവാഫു റുക്ന് എന്നും തവാഫു സിയാറ എന്നും തവാഫുൽ ഇഫാലത്ത് എന്നുള്ള ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നു. ഇഫാലത്ത് എന്നുള്ള പേരിലാണ് നിങ്ങൾക്ക് കൂടുതൽ പരിചയം ഉണ്ടാവുക. അതിന് പോകാനും വേണ്ടി അപ്പൊ മുസ്ദലിഫയിൽ നിന്ന് പോന്നിട്ട് തവാഫിന് പോകുന്നതിന്റെ മുമ്പായിട്ട് നമുക്കൊന്ന് കുളിക്കാം. ആ കുളി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുസ്ദലിഫയിൽ കൂടെ ഇങ്ങനെ പോരുമ്പോൾ നാം താമസിച്ചിരുന്ന ടെന്റുകളിലൊക്കെ കയറി കുളിച്ചിട്ട് പോരാ. അതെല്ലാം നേരെ നമ്മൾ എന്ത് ചെയ്യാം, അവിടുന്ന് മക്കയിലേക്ക് മുസ്ദലിഫ കഴിഞ്ഞിട്ട് മീനായിൽ പോകാതെ കണ്ട് നേരെ അവിടുന്ന് തന്നെ നമുക്ക് വാഹനം അവിടുന്ന് ഏർപ്പാട് ചെയ്തിട്ട് നേരെ മക്കത്ത് പോവാം. 2 തർത്തീബുകളെല്ലാം ഉണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ എത്തിയാൽ പിന്നെ നമുക്ക് നമ്മുടെ താമസിക്കുന്ന റൂമുകളിലൊക്കെ പോയിട്ട് കുളിക്കാൻ സൗകര്യങ്ങൾ നോക്കുക, അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ബാത്റൂമിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടാനുസരണം വെള്ള സൗകര്യങ്ങളുണ്ട്. ബാത്റൂം എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അതൊരു ബുദ്ധിമുട്ടല്ല അവിടെ. അത് തന്നെയാണ് അധികം ആളുകൾ ഉപയോഗപ്പെടുത്തുക. സ്വയമായി താമസിക്കുന്ന റൂമുകളിലൊക്കെ
കൂടുതൽ ആളുകളൊക്കെ ലൈനൊന്നും സമയം കളയുകയില്ല, അതിന്റെ ഹിക്മത്തുകളൊക്കെ മനസ്സിലാ, പിന്നെ ആരും ഇവിടെ കാത്തു നിൽക്കില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കുളി നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഒലിൽ ഹൽക്ക്, ഹൽക്കിന് വേണ്ടിയുള്ളതായ കുളി. ഇപ്പൊ 5 കുളി പറഞ്ഞിട്ടുണ്ട്, 10 കഴിഞ്ഞതിന്റെ ശരി ചോദിക്കുള്ളൂ. പിന്നെ ഒലിൽ ഹൽക്ക്, ഹൽക്കിനുള്ളതായ കുളി. ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹൽക്കല്ലട്ടാ, ഹൽക്ക് കുടിച്ചേക്കാനുള്ള കുളിയല്ല. പിന്നെ മുടി നീക്കിയതിനുള്ള കുളി, മുടി കളഞ്ഞതിനുള്ള കുളി. മുടി കളയണ 2-3-4 രൂപങ്ങളുണ്ട്. ആദ്യം തന്നെ ഇവിടെ കുളി എപ്പോഴേ കുളിക്കേണ്ടതുള്ളൂ, അത് ഹൽക്ക് ഉണ്ടായാലേ കുളിക്കേണ്ടുള്ളൂ. ഹൽക്ക്, അതുപോലെ തഖ്സീർ, നത്ഫ്, ഇഹ്റാഖ്, പിന്നെ ഖസ്, ഇതൊക്കെ ആ തഹല്ലുലിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇവിടെ കുളി സുന്നത്തായത് എപ്പോഴേ ഉള്ളൂ, മുടി കളഞ്ഞാല്. മുടി കളയല് സുന്നത്താണ്. ആ മുടി എവിടുന്ന് കളഞ്ഞാലും നമുക്ക് കുളിക്കൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഹാജിയെ സംബന്ധിച്ചിടത്തോളം മുടി നീക്കിയാൽ കുളിക്കൽ സുന്നത്താണ്. എങ്ങനെ നീക്കിയ? ഹൽക്ക് ഉണ്ടായാൽ, ഹൽക്ക് എന്ന് പറഞ്ഞാൽ പറ്റ അടിയോടുകൂടെ മുരനോടോട് വടിച്ചു നിൽക്കുന്നതിന് ഹൽക്ക് എന്ന് പറയുക. മറ്റൊന്നിന് തഖ്സീർ എന്ന് പറയും, വെട്ടി നീക്കുക എന്ന് പറയും, അതിന് ഹൽക്ക് പറയുകയില്ല. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് കുളിക്കാം. നാട്ടിലാകുമ്പോൾ തന്നെ മുടിയൊക്കെ കളഞ്ഞ ആളുകൾ ചിലപ്പോൾ ഒരു ചെറുപ്പക്കാർക്ക് മുമ്പൊക്കെ ഒരു പരിഷ്കാരം, പറ്റ മുടിയെല്ലാവരും കളഞ്ഞിട്ട് എന്ത് ചെയ്ത് തൊപ്പി, ചട്ടത്തൊപ്പി വെച്ച് ഇങ്ങനെ നടക്കാം. ഇപ്പോൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. കുറെ കാലം ഇപ്പിയും കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന ആൾക്കാരൊക്കെ ചൂടാക്കി പീഡിപ്പിച്ച് ഇങ്ങനെ പോക്കിരി കെട്ടി നടന്നത്, പിന്നെ പറ്റെല്ലാവരും കൊണ്ട് വെച്ച ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റ അടിക്കല്. അത് നല്ല ഒരു പരിഷ്കാരമായിട്ട് കണ്ടുപിടിച്ചിരുന്നു. ഇനി അവസാനം ആ പഴയ രൂപത്തിലേക്ക് തന്നെ എല്ലാം മടങ്ങി വരും, അത് വേറെ. അപ്പോ മുടി കളയാ. ചില ആളുകൾ ജീവിതത്തിൽ മുടി കളയാത്ത ആളുകളുണ്ടാവും. അതിന് ഞാനൊരു നേരം പോക്ക് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടൊക്കെ പോണ സമയത്ത്, ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങാൻ സമയത്ത് ഒരു സഹോദരനെ കിട്ടി. അയാളെ കൂടെ ആരുമില്ല. ഞങ്ങള് ഏറാമൊക്കെ ചെയ്തപ്പോൾ ഒരു പരിചയപ്പെട്ട്. പിന്നെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട ആളാണ്, സ്ഥലം ഞാൻ പറയുകയില്ല. ഖത്തറിൽ നിന്നാണ് വരുന്നത്, നല്ല കച്ചവടക്കാരനാണ്, പൈസക്കാരനാണ്. അപ്പൊ ബന്ധപ്പെട്ടു. അപ്പൊ നമ്മള് ഇന്ന് മൂല്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി സംസാരം കൊണ്ട്. ഇറാമിന്റെ ഡ്രസ്സ് മാറ്റിയാൽ പിന്നെ മൂല്യരും തങ്ങൾ കോചൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ കൂടെ നിങ്ങളെ കൂടെ ഞാനുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കൂടി കുറേ ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ചു. നല്ല സഹായങ്ങളും സഹകരണങ്ങളും സന്തോഷങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും പോരും. അവസാനം നമ്മുടെ കൂടുതൽ എല്ലാവരും മുടി കളഞ്ഞു. ഇയാൾ മുടി കളഞ്ഞില്ല, ദിവസേന താടി പഠിക്കും ചെയ്യും. അതൊക്കെ വരണുള്ളൂ, ഓരോരോ കാര്യം ഇങ്ങനെ പുറത്തിയാണുള്ളൂ. നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ പ്രായം തയ്യാത്ത കുട്ടികളായിട്ടാ ഇപ്പൊ എല്ലാവരും ഇരിക്കണത്. പ്രായപൂർത്തിയായതിന്റെ ശേഷം അജിനോട്ടുള്ളൂ. പ്രായപൂർത്തിയായെന്ന് ഉറപ്പ് വന്നതിന്റെ ശേഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊക്കെ ചെറിയ കുട്ടികളായിട്ട് ഇങ്ങനെ കളിയും ചെറിയും ബഹിറിയൊക്കെയാണ് മാറും. അപ്പൊ ഒന്നും നമ്മളൊന്നും പറയില്ല, ഇയാള് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളല്ല. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരാളോട് കയറി പറയാന്നുള്ളത് നമുക്ക് ശരിയല്ലല്ലോ. അന്ന് ആൾക്കൊന്നും പറയലില്ല. അവസാനം കൂടുതലുള്ള ആൾ പറഞ്ഞു മുമ്പ് മുടി കളഞ്ഞില്ല. അപ്പൊ ഞാനോട് പറഞ്ഞല്ല, നിങ്ങളെന്താ മുടിയൊന്നും കളയാതെ നമ്മൾ പോവല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിൽ ചെയ്യേണ്ട ആരാധനകർമ്മങ്ങളൊക്കെ ചെയ്തതിൽ സുന്നത്തായ അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഇവിടെ ബാക്കി വെച്ച് പോകാൻ വേണ്ടി വന്നതല്ലല്ലോ. നമുക്ക് മുടി കളണ്ടേ? പൊന്നാരസ്ഥ ആ ഒരു കാര്യം മാത്രം എന്നോട് പറയാം കേട്ടോ. ഞാൻ നാട് വിടാൻ തന്നെ കാരണം എൻ്റെ മുടിയാ. ഒരു ചരിത്രമാണ് പറഞ്ഞത്, 2 മിനിറ്റ് കൊണ്ട് ചരിത്രങ്ങൾ. എന്താ, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ വാപ്പൻ്റെ ഉപ്പാപ്പ എപ്പോഴും മൂപ്പർക്ക് മുടി മൊട്ടടിക്കണം. ഞാൻ കൂട്ടാക്കില്ല. അങ്ങനെ ഓടി രക്ഷപ്പെട്ട് അവസാനം കുറച്ച് വലുതായപ്പോഴും പാപ്പ പിന്നാലിന് വേറുന്നില്ല. ഞാൻ മിണ്ടാതെ പോന്നു. അങ്ങനെ ബോംബെയിൽ കുറെ കറങ്ങി, അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഞാനൊരു വിസ സംഘടിപ്പിച്ചു, ഖത്തറിലെത്തി. ഇപ്പം എല്ലാവിധ സൗകര്യങ്ങളും ആയി. അപ്പോൾ ഞാൻ ഈ നാട് വിടാൻ തന്നെ എൻ്റെ ഈ മുടി കളയില്ല എന്നുള്ള വാശി കൊണ്ടാ. ഇനി ഇത്രത്തോളം കൊണ്ടുവന്ന ശരിക്കും ഇവിടെ വെച്ച് ഇന്നോട് നിങ്ങൾ മുടി കളയാൻ പറയരുത്. മുടി ഞാൻ എന്താവില്ല കളയിലാന്ന്. അയാളെ നല്ല തൻ്റെയോടാണല്ലോ, നല്ല കാര്യങ്ങളാണ് ഇവർ പറഞ്ഞല്ലേ. നല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അതിൻ്റെ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തഹല്ലുലാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇനി പറഞ്ഞു തരും. വേഗം പറഞ്ഞത് നിങ്ങൾക്കൊരു നേരമ്പ് കൂടി ആയിക്കോട്ടെ എന്ന്. എല്ലാം കൂടി ഒരു ഉഷാറ് കുറവാണ്. അപ്പോൾ അതുമാതിരി കിടക്കട്ടെ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഹൽക്കിന് വേണ്ടിയുള്ളതായ ഒരു കുളി, അതായത് മുടി നീക്കിയാൽ കുളിക്കുക, അതൊരു സുന്നത്തായ കുളിയാണ്. നാട്ടിലാകുമ്പോഴും അതുപോലെ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലെത്തിയാൽ നമുക്ക് ഒരു കൽപ്പിക്കപ്പെട്ടതായ ഒരു കളച്ചിലുണ്ട്. ഇവിടെയുള്ള കുളി ആ മുടി കളയാന്നുള്ളത് അത് മുബാഹാണോ സുന്നത്താണോ എന്നുള്ളത് ഖിലാഫുണ്ട്. ഏതായാലും നല്ലത് തന്നെയാണ്, സാലിഹ്യങ്ങളുടെ ആധാറാണ്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പികളെ പോലെയുള്ള ആളുകൾ, തെഹലീക്കിന്റെ ആളുകൾ ഉണ്ടാകും. സീമാഹ്മു തെഹലീഖ്, മുടി കളയലാണ് അവരുടെ അടയാളങ്ങൾ. ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വയ്യാഹും ലാ യുദല്ലുനകും വലാ യഫ്തിനൂനകും എന്ന് പറഞ്ഞതായ ആളുകളുടെ സ്വഭാവം സീമാഹുമു തഹ്ലീഖ്. അവരുടെ ആ വസ്ത്രങ്ങളൊക്കെ ഏകദേശം ഗണങ്കാലിന്റെ മധ്യം വരേക്കുള്ള കന്തൂറകളും അതുപോലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുടിയൊക്കെ പറ്റ മൊട്ട പൊടിച്ച്
നല്ല ഏത് സമയത്തും ആ സുന്നികളാണ് സുന്നത്തിൻ്റെതായ കാര്യങ്ങൾ ഇങ്ങനെ പ്രകടമാകും. ചില ആളുകളൊക്കെ അതല്ലാത്ത ആളുകൾക്ക് തന്നെ എന്ത് കയ്യിൽ വലിയൊരു ബ്രഷ് അത് ഇത്ര പോകുന്ന ഒരു അറാക്കിന്റെ കൊള്ളി ഇങ്ങനെ വരുതിയിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു അറാക്ക്. അത് ഇപ്പൊ പറഞ്ഞ കൂടുതൽ പറയില്ല, അറാക്ക് വരുതല്. സുബ്ഹാനല്ലാ, ആ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ഒന്ന് കണ്ടറിയുന്നത് വേണട്ടാ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അറാക്ക് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ഉമിനീര് ഏത് സമയത്തും നമ്മുടെ നീരുമായി കലരാനുള്ള 100% അതിലുണ്ടാവും. ആ നിസ്കരിക്കാൻ കൈയ്യെട്ടുന്നതിൻ്റെ മുമ്പ് ഒരു തേക്കൽ അങ്ങോട്ട് ഒരു ഇങ്ങോട്ട് തേച്ചാൽ ഒരു ചെറിയ ഒരു കരട് നമ്മുടെ ആ ഉമിനീരിൽ ചേർന്നു, അതങ്ങോട്ട് കീഴ്പോട്ട് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. ലാ ശക്ക ഫീഹി. നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം തന്നെയാണ് മുഫത്തിറാത്തുല്ലി സൗമെന്ന്, നോമ്പ് കുറിക്കുന്ന കാര്യങ്ങൾ. ഒരു സാധനം ഉള്ളിലേക്ക് ചേരുക എന്നുള്ളത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്, പിന്നെ മുത്തകയ്യറായിരിക്കുന്ന രീക്ക്, പകർച്ചയായ തീ. എന്തുകൊണ്ട് മുത്തകയ്യറായ ബിശൈഇൻ ഗൈരിൻ, ഈ തുപ്പുനീരല്ലാത്ത മറ്റൊന്ന് കലർന്നു കൊണ്ടിട്ട് ആ പകർച്ച വന്നത്. അപ്പോൾ ഈ അറാക്ക് തേച്ച കൊള്ളീൻ്റെ ആ ശാഖ ഉമിനീരോടുകൂടെ കീഴ്പോട്ട് ഇറങ്ങിയാൽ എന്തായിരിക്കും ആ നിസ്കാരം? ബാത്തിലായ നിസ്കാരമാണ്, ഖിലാഫൊന്നുമില്ല. അത് റമദാനിക്കായാലോ നോമ്പും കൂടി ബാത്തിലായിപ്പോയി. ഇതിപ്പോൾ നിങ്ങളാരോടും പറയണ്ടട്ടാ, വേറെ പറയണ്ട. അതിന് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടിക്കണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാ ഇഷ്ടം കൂടി നോക്കാൻ നിന്നാൽ ഒന്നും പറയാനും കഴിയില്ലല്ലോ. അതെ, അതന്നെ നമ്മളൊന്നും പറയാൻ ആളും കാട്ടണ്ട. ഇങ്ങനെയൊക്കെ പറയണതിലൊക്കെ പെടുന്നിട്ട് പെടട്ടെ. നമ്മളപ്പോൾ ലോകം മുഴുവൻ നന്നാക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിച്ചല്ലോ. ആളുകളെ മുഴുവനും നന്നാക്കാന്ന് പോലെ തെക്കും മിങ്കും ഉമ്മത്തും ചെയ്തവനാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. ഒരു കൂട്ടരുണ്ടായിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. എല്ലാവരെയും കൂടി ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടാവാത്തതിൽ നമ്മൾ വിട്ടോട്ടെ, ഈ പോലത്തിന് മതി. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സുന്നത്തായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീടാൻ വളരെ ശ്രദ്ധിക്കണം. അതേ സമയത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചില സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉമിനീരുകളൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു പകർച്ചയിലേക്ക് ബാധിക്കാത്ത വല്ല നമ്മളെ പോലെ ബ്രഷുകളോ അല്ലെങ്കിൽ ചകിരിപ്പൊളി എന്നൊക്കെ പറയുന്ന മിസ്വാക്കായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഈ അറാക്കിന്റെ കൊള്ളി കൊണ്ട് മിസ്വാക്ക് ചില പ്രത്യേകമായ സുന്നത്തുണ്ട്. അത് എപ്പോഴാണ്? ഈ വക രംഗങ്ങളിലൊന്നുമല്ല. സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യം എവിടെയാണ്, അവസരം എവിടെയെന്ന് നോക്കാതെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇബാദത്തുകളൊക്കെ ബാത്തിലാക്കല. അതിനാണ് അറിവ് പഠിക്കുക, പഠിച്ചവരോട് അംഗീകരിക്കുക, അവരോട് പിന്തുടരുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുടികളയ എന്ന് പറയപ്പെടുന്ന സ്വഭാവങ്ങളും സുന്നത്തിന്റെ അമലുകളെ കൊണ്ട് ബാഹ്യമായ പ്രകടനങ്ങൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഉണ്ടാകും. അത് വഴിപഴിച്ച ആളുകളുടെ ലക്ഷണമായിട്ട് ലാസ്റ്റിൽ ഉണ്ടാകുന്നതാണ്. യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും. അവര് ഖുർആൻ വായിക്കുകയും അർത്ഥം പറയുകയും അവർ ക്ലാസ്സിലാക്കുകയും ഒക്കെ എല്ലാം ചെയ്യും. പക്ഷേ ആ ഖുർആനുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ലാ യുജാവിസു തറാഖിയഹും. അവരെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഖുർആനിന്റെ ആശയം വിട്ടുകടന്നിട്ടില്ല. ഖുർആനിന്റെ മുമ്പിലേക്ക് കാല് പോലെ നീട്ടാനും പാടുള്ളതല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന സമയത്ത് ഏത് സമയത്തും ഒരു കുഴിയെ പെട്ടെന്ന് ഒരു കുഴി അവിടെ ഉണ്ടാക്കും. എന്നിട്ട് കാലിലേക്ക് ഇറക്കി വെച്ചിട്ടായിരുന്നു കിടന്നിരുന്നത്. എന്തേ കാരണം? ഏതെങ്കിലും വല്ല ഭാഗത്ത് മശ്രിക്കിന്റെ മഗ്രിബിന്റെ ഭാഗങ്ങളിൽ വല്ല മുസഹബ് വെച്ചതായ ഭാഗത്തേക്ക് സാധുവാ എന്റെ കാല് നീണ്ടുപോയാൽ അല്ലാഹുവിന്റെ ഖുർആനിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനായിരുന്നു ഖുർആൻ ഓതിയിട്ടുള്ളതായ ആളുകളും ഖുർആനെ ബഹുമാനിച്ച് നമ്മൾ മുസാഹിബ് എടുത്ത് തലക്കും. തലക്കാണ് ഉയരം കുറഞ്ഞാൽ പിന്നെ വലിയൊരു മുസാഹിബ് അതിൻ്റെ അടിയിൽ വെച്ചാലോ ഒരു പ്രശ്നമില്ല, കുറച്ച് ഉയരം കിട്ടിയില്ലേ. കാലൊന്ന് കയറ്റി വെക്കണം തോന്നിയാലോ ഒന്നും കാണാനില്ലെങ്കിൽ മുസാഹിബ് എടുത്തിട്ട് അതിന്റെ കാല് വെക്കാൻ ആരാണ് ആരെ പേടിക്കാനുള്ളത്? ആരെ നമുക്ക് പേടിക്കാണ്ട? മുസാഹിബ് എന്തെങ്കിലും പറയും, പ്രശ്നം തന്നെ ഇല്ലല്ലോ. ചാടിക്കടക്കും, മുസാഹിബിന്റെ മുകളിൽ ചവിട്ടും. നമ്മള് മുസാഹിബിനോട് ബഹുമാനമില്ല. പാവപ്പെട്ട ചില ആളുകളൊക്കെ തിലാവത്തിന്റെ സുജൂദുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്തൊരു വേദനയാണ്. പക്ഷേ നിവൃത്തിയില്ല. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്ന സുജൂദുകളുണ്ടല്ലോ, ഖുർആൻ ഓതിയിട്ടുള്ള സുജൂദുകള്. ഖുർആനിന്റെ പല ഭാഗങ്ങളിലും 14ഓളം വരുന്ന സ്ഥലത്ത് ആ ആയത്തുകളോട് ഓതിയാല് ഇന്നമായുമിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജദൻ വഹും ലാ യസ്തക്ബിറൂൻ എന്നങ്ങട് ഓതുമ്പോഴേക്കും അതാ സുജൂദിലേക്ക് അവർ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അത് പഠിച്ചിട്ടുണ്ടാവും സുജൂദ് ചെയ്യണമെന്ന്. കയ്യിലുണ്ടാകുന്ന മുസാഫോ അവിടെ നിലത്ത് വെച്ചു. ചില ആളുകൾ ഒരു കയ്യിൽ പോക്കി. ആ സുജൂദ് സഹിയല്ല. നിലത്ത് വെച്ചപ്പോൾ മുസാഫിനെ ബഹുമാനിച്ചില്ലെങ്കിലും നിലത്ത് വെച്ച് ചെയ്ത ആ സുജൂദ് സഹിയാണ്. കൈ പിടിച്ച് ചെയ്ത ആ സുജൂദ് സഹിയല്ല. എഴുതി വെച്ച് അന്വേഷിച്ചോളി നിങ്ങൾ. വളരെ മോശവുമാണ്, ആ കാര്യം ശരിയുമല്ല. തിലാവത്തിന്റെ സുജൂദിന്റെ ഷർത്തുകൾ സാധാരണ നിക്കാരത്തിലുള്ള ഷർത്തുകളാണ്. 7 അവയവങ്ങൾ വെച്ചേ സഹിയാവുകയുള്ളൂ. ഞാനിപ്പോൾ പറയുന്ന കാരണം എന്താണ് മനസ്സിലാക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ഓതുന്നു. യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും. തൊണ്ടക്കുയിലേക്ക് വിട്ടുകടന്നില്ല. അവരുടെ ലക്ഷണം സീമാഹും തഹ്ലീക്കാണ്. മുടി പറ്റേ മുട്ട പഠിച്ചിട്ടുണ്ടാവാം.
അവർ ധരിച്ചതായിരിക്കുന്ന വസ്ത്രങ്ങള് പാന്റുകളോ അതല്ലെങ്കിൽ വലിയ മറ്റു മുണ്ടുകളോ അല്ലെങ്കിൽ കന്തൂറകളാണെങ്കിൽ കാലിന്റെ കീപ്പോട്ട് ഇറങ്ങാതെ എത്രയോ കയറി നിൽക്കുകയാണ്. അവർ നല്ല താടിയും നല്ല മീശയും നല്ലതായ കോലം ചേരും ഉണ്ടാകും. കയ്യിൽ വലിയ അറാക്കിന്റെ കൊള്ളികളും മിസ്വാക്കുകളും ബ്രഷുകളൊക്കെ ഉണ്ടാകും. അവരുടെ അമലുകളൊക്കെ ബാത്തിലായി പോകുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആനിനോട് അവർക്ക് ബഹുമാനമില്ല. ലോകത്തിന് ബഹുമാനം പഠിപ്പിച്ചതായ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന സമയത്ത് കുഴി കുഴിച്ചുകൊണ്ട് കാലിറക്കി വെച്ചത് അദ്ദേഹത്തിന് തന്റെ ഇടമില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. നാളെ ആഖിറത്തിൽ റഹ്മാനായ റബ്ബിന്റെ കോർട്ടിൽ ഹാജരാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിക്കാത്തവനായി ഞാൻ ഹാജരായി പോയാൽ എന്റെ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇത്തരം ഒരു ചെറിയതായ ഒരു ബഹുമാനത്തിന് വേണ്ടി ലോകത്തിന്റെ ഭരണാധിപനായിരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ അള്ളാഹിന്റെ ഖുർആനെ ബഹുമാനിച്ചുവെങ്കിൽ സഹോദരാ, ഞാനും നിങ്ങളും അള്ളാഹിന്റെ ഖുർആനിനോട് എന്തൊരു കളിയാണ് കളിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചോ. നാം വായിക്കുന്ന അറബി പത്രങ്ങളിലൊക്കെ ആരെങ്കിലൂടെക്കെങ്കിലും മരിച്ചാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ആയത്തുകളൊക്കെ ഇങ്ങനെ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണാം. കഴിവിന്റെ പരമാവധി നാം അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതെല്ലാം നാം ചെയ്തു വെക്കണം. അതൊക്കെ വിരിച്ചിട്ടേ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, അതിലേക്ക് എന്ത് ചെയ്യുക, ചവച്ച് തുപ്പുക, മീനിന്റെ മുള്ളുകളൊക്കെ ഇടുക. അത് മിണ്ടാതെ അവിടെ ഇരുന്നോട്ട്. റുബ ഖാരിൻ വൽ ഖുർആൻ യല്ലാഹു, എത്ര ഓത്തുകാരാണ് ഖുർആനിനെ ബഹുമാനിക്കാത്തതായിരിക്കുന്ന ആളുകൾ. അതിന്റെ ഇഷ്ടാനുസരണം അതിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന അതിന്റെ നിയമാനുസൃതമായി ഓതാത്ത ആളുകളെ ഖുർആൻ ഇങ്ങനെ ശപിക്കുന്നു. ഖുർആനിന്റെ ശാപങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ട ലോകം ഇതല്ലല്ലോ. അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് അള്ളാഹിന്റെ ലോകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവന്റെ അധികാര പരിധിയല്ലാതെ ഇവിടെ ആർക്കും അധികാരമില്ല. ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇവിടെ പല ആളുകൾക്കും ഒരുപാട് ഏക്കറക്കണക്കായ ഭൂമികളുണ്ട്. നാട് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് നാടുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ മശറാലോകമാകുന്ന മരുഭൂമിക്ക് ഉടമയില്ല. ഏക്കറക്കണക്കായ മുതലാളിയുടെ കസ്റ്റഡിയിൽ നിന്നെല്ലാം പോയി. മുഴുവനും ഖഹാറായ റബ്ബിന്റെ അധികാര പരിധിയിൽ പെട്ടുപോയി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളി, ഞാനടക്കമുള്ള ആളുകൾ ശ്രദ്ധിച്ചോളി. അള്ളാഹുവിന്റെ കലാം ഞാൻ പറഞ്ഞു വരുന്നത്, മുടി കളയുക എന്ന് പറയുന്ന കാര്യം അതൊരു മുബാഹ ഒരു കാര്യമാണെങ്കിൽ തന്നെ ഇങ്ങനെ അവസാന കാലത്ത് വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനോട് അനുകരിച്ചുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാവരുത്. ഇപ്പൊ ഈ മുടി കളയുക എന്നുള്ളത് ഈ ഹക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുക. അത് സുന്നത്താണ്. ഇപ്പൊ എത്ര പറഞ്ഞു? ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയും. ഒന്ന് ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി, പിന്നെ മക്കാ പ്രവേശനം, 2, 3 അറഫയിൽ നിൽക്കാൻ, 4 മുസ്ദലിഫയിൽ പാർക്കാൻ, പിന്നെ ഇഫാദത്തിന്റെ തവാഫിനുള്ള കുളി, പിന്നെ മുടി എടുക്കാനല്ല, മുടി നീക്കിയതിന് വേണ്ടി. മുടി എടുക്കുക എന്ന് പറഞ്ഞാൽ കസ് അതുപോലെ ഇഹ്റാക്ക് നെത്തുന്നതിന് പെടൂല. മുടി നീക്കിയതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന കുളി. നല്ല കുട്ടികളാ, ജസാക്കുമുല്ലാഹു ഖൈർ, നല്ല പഠിക്കണ്ട നിങ്ങള്. എന്റെ ചോദ്യങ്ങളല്ലേ വേർക്കാൻ വേണ്ടിയാ ചോദ്യ. എന്റെ ആങ്ങളയുടെ ഭാര്യ മരിച്ചിട്ട് 2 വർഷമായി. ഇത്താക്ക് വേണ്ടി ഉംറ നിർവഹിക്കണമെന്നുണ്ട്. ആയിക്കോട്ടെ. പിന്നെ അതിന് ഇത്തയുടെ ഭർത്താവിൻ്റെയോ ഉമ്മായുടെയോ ഉപ്പായുടെയോ സമ്മതം ആവശ്യമുണ്ടോ? വേണ്ട. മരിച്ചതായ ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആരുടെ അനുവാദവും വേണ്ട. മകന്റെ വേണ്ട, വാപ്പന്റെ വേണ്ട, ഭർത്താവിന്റെ വേണ്ട, ആരുടെയും സമ്മതം വേണ്ട. അവരെ വേറെ അറിയിച്ചിട്ട് സന്തോഷപ്പെടുത്തുക എന്നുള്ള കാര്യം നല്ലതാണ്. ഇഹ്റാമിൽ ഹറാമാകുന്ന കാര്യങ്ങൾ വിശദമായി വിവരിക്കുകയില്ല, ഇപ്പൊ വിവരിക്കില്ല. അക്ക ഇൻഷാ അല്ലാഹ് അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ വിവരിക്കാൻ ഇരുന്ന ഒരു ദിവസങ്ങൾ ഇപ്പൊ ഒരു മുടിയാളാൻ വേണ്ടി ഇരുന്നിട്ട് തന്നെ ഇപ്പൊ നേരത്തെ പോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു വരുമാറാവട്ടെ. ലാഹിരും ബാത്തനിയും മാനസികവും ശാരീരികമായ എല്ലാ രോഗങ്ങളും അള്ളാഹു തരശിപ്പിയാക്കി തരട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹളായ പൊതുഗുണം നമ്മയും അഹ്ലികാരെല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
ോട് ബന്ധപ്പെട്ട സുന്നത്തായ കുളികളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ എത്ര കുളി നമ്മൾ പറഞ്ഞു? 6 എണ്ണം. ഒന്ന് ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി, 2 മക്കാ പ്രവേശനം, 3 അറഫയിൽ നിൽക്കാൻ വേണ്ടിയുള്ള കുളി, 4 മുസ്ദലിഫിൽ രാപ്പാർക്കാനുള്ള കുളി, 5 ഇഫാലത്തിന്റെ തവാഫിന് വേണ്ടിയുള്ള കുളി, 6 മുടി നീക്കിയതിന് വേണ്ടിയുള്ളതായ കുളി. ഇനി 3 ദിവസത്തെ കല്ലേറിനുള്ളതായ കുളി. 4 ദിവസം കല്ലെറിയാനുണ്ട്, പക്ഷേ 3 ദിവസത്തെ കല്ലേറിന് വേണ്ടി കുളിക്കുക. ഒരു ദിവസം ഒരു സ്ഥലത്ത് മാത്രം കല്ലെറിയാനുണ്ട്, 1-ാം പെരുന്നാളിന്റെ ദിവസം. ഇൻഷാ അല്ലാഹ് അത് പറയും. അത് കഴിഞ്ഞാൽ 3 ദിവസത്തെ കല്ലേറ്. ആ കല്ലെറിയാൻ പോകുന്നതിന്റെ മുമ്പായി കുളിക്കൽ പ്രത്യേകമായ സുന്നത്തുകളാവുന്നു. അപ്പൊ എത്ര കുളിയായി? പിന്നെ പരിശുദ്ധമായ കഅബുമായി വിട പറയാനുള്ള തവാഫുൽ വിദാഇ എന്ന് പറയും, അതിന് വേണ്ടിയുള്ള കുളി. ഇങ്ങനെ 10 കുളികൾ ഹജ്ജിനോട് ബന്ധപ്പെട്ടുകൊണ്ട് സുന്നത്താണ്. ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളത് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലത്തിൽ നിന്ന് എപ്പോഴും ഒരാൾ ഒരു ദിവസം പല പ്രാവശ്യം ഇങ്ങനെ ഇഹ്റാമിന് പോവുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുഅക്കദായ ഒരു സുന്നത്തല്ല കുളിക്കുക എന്നുള്ളത്. ഒന്നുണ്ടാക്കിയാലും മതി. ഇനി ഒന്നുമില്ലെങ്കിലും ഇഹ്റാം സഹിയാണ്. ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ കുളിച്ചാൽ മാത്രമേ ഇഹ്റാം സഹിയാവുള്ളൂ എന്ന് ചില വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ചില സമയത്ത് നമുക്ക് പ്രതിബന്ധമാവും കുളിക്കാൻ. ഇപ്പോൾ നാം അള്ളാഹുവിൻ്റെ വേണ്ടുകളോടെ അവിടെ എത്തി, എല്ലാവരും പിന്നെ പ്രധാനപ്പെട്ട ഉംറയുടെ അമലുകളൊക്കെ നിർവഹിച്ചു. ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തന്നീമിലേക്ക് ഒരു ഉംറക്ക് സംഘടിതമായി പോകുന്നു. അങ്ങനെയാണ് പതിവുള്ളത്. അതായത് സ്ഥലങ്ങൾ പരിചയപ്പെടാനും പിന്നെ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി കൂട്ടമായി കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി അമലുകളൊക്കെ എല്ലാവരും വേറെ ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് പോവുക എന്നുള്ള സ്വഭാവം. അപ്പോൾ ഏകദേശം 100 ആളുകൾ ആ പോകുന്ന ഒരു സമയം നിശ്ചയിച്ചു. വാഹനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. ഇന്ന സമയത്ത് വാഹനങ്ങൾ എത്തും, എല്ലാവരും അവിടെ ഉണ്ടാവണം എന്ന് പറയുന്ന സമയത്ത് ഒരു 100 ആൾ കുളിക്കാൻ പോയാൽ ഏറ്റവും ചുരുങ്ങിയ ഒരാൾ കുളിക്കാൻ ഒരു 5 മിനിറ്റ് സമയം എടുത്താൽ 100 ആൾ കുളിക്കാൻ സമയം എത്രയാവും? എല്ലാവർക്കും കണക്കൂട്ടി അറിയുന്നൊരു കാര്യമാണിത്. ആ സമയത്ത് ചില ആളുകൾ കുളിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള നിർബന്ധ വാശിയോടുകൂടെ അതിന് വേണ്ടി അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയാൽ ബാക്കിയുള്ള ആളുകൾക്ക്, അതിന് തയ്യാറില്ലാത്ത ആളുകൾക്കുള്ള കഷ്ടപ്പാടുകളും നിയന്ത്രിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും അത് പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അറിവിൻ്റോടുകൂടെ ആയിരിക്കണം ചെയ്യുന്ന അമലുകളൊക്കെ. ചില സമയത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ച് അനുകൂലിച്ച അറിവിൽ തന്നെ ചില സൗകര്യങ്ങളും ചില വിട്ടുവീഴ്ചകളുണ്ട്. അത് സ്വീകരിക്കലും നമുക്കൊരു വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ ആരും ഇപ്പോൾ കുളിക്കാനൊന്നും പോകണ്ട, എല്ലാവരും വുളു ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പോയി ഇഹ്റാം ചെയ്തു പോരാ എന്ന് നിങ്ങളെ സംഘടിതമായി പോകുന്ന ഒരു നേതൃത്വം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അത് വിട്ടിട്ട് പിന്നെ കുളിക്കാൻ പോവുക എന്നുള്ളത് അത് വഴിപ്പെടലല്ലോ, അത് നേതൃത്വത്തെ അംഗീകരിക്കലുമല്ല. ആ കുളി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഈ സുന്നത്തിനേക്കാണ് കൂടുതൽ സംഭവിക്കണം. എന്താ? വഴിപ്പെട്ടില്ല, നല്ലൊരു സ്ഥലത്ത് വെച്ച് പറഞ്ഞതനുസരിച്ചില്ല എന്നൊരു കേടാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അഡ്വാൻസായി പറയുകയാണ്, ഇങ്ങനത്തെ സംഭവങ്ങൾ ആര് സൈദ് സമൂഹത്തിൽ പോകുന്ന ആളുകൾക്കും ഇത് ബാധകമാണ്. നമ്മളോട് വരുന്ന ആളുകൾക്ക് മാത്രമല്ല. ഇങ്ങനെ പറയേണ്ട ഘട്ടങ്ങൾ പലപ്പോഴും സംഭവിക്കാം. എല്ലാവരും ഇപ്പോൾ കുളിക്കാൻ നിൽക്കരുത്. അപ്പോൾ അത് ഒരു തോറത്തുണ്ടെടുത്ത് ഒരു സോപ്പും പെട്ടി എടുത്ത് ആളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ലൈനിൽ നിൽക്കുക. നിങ്ങൾ വരില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കട്ടെ, ഇപ്പോഴും അപ്പോൾ വേറെ ആൾ എന്നാൽ ഞാനൊന്ന് വിളിക്കട്ടെ. ഒരു ജാതി കുട്ടിക്കളിയായിട്ട് ഇതുപോലെയുള്ള മോശമായ രീതിയിലുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ ഇബാദത്തിന്റെ വേളയിൽ ആര് സ്വീകരിക്കുക? ആണിനും പെണ്ണിനൊക്കെ ഇത് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇഹ്റാമിലൂടെ കുളി സുന്നത്ത് അപ്പോൾ നിഷേധിക്കപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു 3 ഘട്ടങ്ങൾ അതിന് പറഞ്ഞു വെച്ചു. കുളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുളിച്ചോ, അതെല്ലാം നിങ്ങൾ കുളിക്കുന്നില്ലെങ്കിൽ വുളു ഉണ്ടാവിക്കോ, അത് നല്ലതാ. അതിനും സാധ്യമില്ലെങ്കിൽ ഒരു തയമ്മം ഉണ്ടാവുക, അതും സുന്നത്താ. ഇതൊന്നും ഇല്ലാത്ത രീതിയിലും നിങ്ങൾക്ക് ഇഹ്റാം ചെയ്യാം. പക്ഷേ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇഹ്റാം സഹിയാവുന്നതിന് ഇതൊന്നും ഷർത്തല്ല. അതുകൊണ്ട് ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ഈ സുന്നത്താണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി അതേ സമയത്ത് നിർബന്ധമായ വേറെ 100 കാര്യങ്ങൾ ഒരു വിലയും വെക്കാതെ ഒഴിവാക്കുന്നുണ്ടാകും. അങ്ങനെ നിങ്ങൾ ആരും ചെയ്യരുത്. ആരുടെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിലും കൊണ്ടുപോകുന്ന ആളുകൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു നിലക്കുള്ള അനുസരണക്കുറവും ആരിൽ നിന്നും സംഭവിക്കരുത്. നമ്മുടെ കൂട്ടത്തിൽ പ്ലെയിനിന് പോകുന്ന ആളുകളുണ്ട്, വാഹനത്തിൽ തന്നെ വിവിധമായ സംഘത്തിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. നമ്മയെ കൊണ്ട് ആ കൊണ്ടുപോകുന്ന സംഘടനക്കോ അല്ലെങ്കിൽ സംഘത്തിനോ സംഘത്തിൽപ്പെട്ട വല്ല വ്യക്തികൾക്കോ ഒരു നിലക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടരുത് എന്നൊരു നിർബന്ധമായ ഒരു പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായി അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. യദുല്ലാഹി അലൽ ജമാ, അതിനു വേണ്ടി ഞാൻ ഊന്നി പറയുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ 10 കുളികളായി. ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, മക്കാ പ്രവേശനം,
പിന്നെ അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ ലാപ്പാർക്കുക, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, മുടി നീക്കുക, പിന്നെ 3 കല്ലേറിന്റെ ദിവസങ്ങളിലുള്ള കുളിക്കുക, 10ാമത്തേതായിരിക്കുന്ന കുളി വിദാഇന്റെ തവാഫിന് പരിശുദ്ധമായ കഅബവുമായി വിട പറയുക. വലിയൊരു ഘട്ടമാണത്. ആ വിട പറയുക എന്നുള്ളത് സാധാരണ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പോരുമ്പോൾ നാട്ടിലുള്ള കുടുംബാദികളോടും വീട്ടുകാരോടും മാതാപിതാക്കളും മക്കള് ഭാര്യമാരോടൊക്കെ വിട പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലിയൊരു പ്രയാസകരമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ചുറ്റുഭാഗത്ത് വളരെ പരിമിതമായ സമയങ്ങൾ കഴിച്ചുകൂട്ടിക്കൊണ്ട് പോരുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമഘട്ടം. അപ്പോൾ ഒരു പരിശുദ്ധമായ നിലയിൽ ശാരീരികമായിരിക്കുന്ന വൃത്തികള്, അതുപോലെ മനസ്സൊക്കെ ആകെ കഴുകി ശുദ്ധിയാക്കി, യാതൊരു നിലക്കുള്ള ഹൃദയത്തിൽ ഒന്നുമില്ല അള്ളാഹുവിനോടുള്ള ചിന്തയല്ലാതെ കണ്ട് കിബറ്, അസദ്, റിയാഹ്, ഹുബ്ബ്, റിയാസത്ത്, ഉജ്ബ്, ഖിയാനത്ത് പോലെയുള്ള ഒരു ദുർഗുണങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രയാസഘട്ടങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണർത്താം. അപ്പൊ ഒന്ന് കുളിക്കുക എന്നുള്ളത് പ്രധാനമായ സുന്നത്താ. അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഓരോന്നിനാ ഇവിടെ നിന്ന് വിടട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം, നല്ല വർത്താനം പറയാണ്ട് എന്ന് നിലക്ക് അവിടെ നിന്ന് പോരുകയാണെങ്കിൽ പിന്നെ കുളിച്ചിട്ടൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കുക. ഹറമിന്റെ അതിർത്തി വിടട്ടെ, ലക്ഷമായിരിക്കുന്ന കൂലിയുള്ളടത്ത് കുറ്റവും അതുപോലെ ഉണ്ടാകുന്നല്ലേ പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ വിട്ടാൻ പറ്റില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഈ ദുരുദ്ദേശത്തോടു കൂടെയാണെങ്കിൽ പിന്നെ ആ കുളിയിലൊന്നും വലിയൊരു കഴമ്പും ഉണ്ടാവുകയില്ല. പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ കുളി സുന്നത്താകുന്ന വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, ആണും പെണ്ണും വയലുകാരെയും നിഫാസുകാരെയും ചെറിയവനും വലിയവനും എല്ലാം ഒരുപോലെ തന്നെ ഈ പറയപ്പെട്ട 10 കുളികളും അങ്ങനെ തന്നെയാവുന്നു. പിന്നെ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനിയും നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ മാറ്റുന്നതിന്റെ മുമ്പായിട്ട് കുറേം കൂടി ഒന്ന് വൃത്തിയാവേണ്ടതുണ്ട്. അതായത് തൻളീഫിനെ പൂർണ്ണമാക്കണം. നല്ല വൃത്തി, പൂർണ്ണമായ ഒരു വൃത്തിയുള്ളവനാവണം. ബാഹ്യമായ വൃത്തി, ആന്തരികമായ വൃത്തി അവന് സ്വയമായിട്ടേ കൂടുതൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ ഫലങ്ങളെ കൊണ്ട് വേറുള്ളവർക്ക് അനുഭവിക്കാം. അതിന് പുറമെ പിന്നെ ഗുഹ്യരോമങ്ങൾ നീക്കുക. അതിനുവേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായ ഘട്ടത്തിലുള്ള പ്രവേശന സമയത്ത് അതും അവന് വൃത്തിയാക്കേണ്ടതാകുന്നു. എല്ലാ സമയങ്ങളും ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസം കൂടുമ്പോഴെങ്കിലും അത് വൃത്തിയാക്കിയില്ലെങ്കിൽ മലായിക്കത്തിന്റെ ഭാഗത്തുനിന്ന് ശാപങ്ങൾ ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇതൊന്നും മറ്റൊരാൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് സ്വയമായ വ്യക്തി ജീവിതത്തിൽ ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ, നമുക്ക് സെക്യൂരിറ്റികളാകുന്ന മലക്കുകൾ നമ്മെ ശപിച്ചും നമ്മിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഇഹ്റാമിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതെല്ലാം വൃത്തിയാക്കിയിരിക്കേണ്ടതാകുന്നു. അതിനോട് അടുത്തൊരു ദിവസം നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയത്തൊന്നും ചെയ്യേണ്ടതും ഇല്ല. അതുപോലെ വനത്തുഫിൽ ലിബത്തി, കക്ഷത്തെ രോമങ്ങള് പറിക്കലുമുണ്ട്. ആർക്ക്? ലിമനേത്താദഹു, പറിച്ച് ആദ്യം മുതൽക്ക് കക്ഷത്ത് രോമം മുളക്കാൻ തുടങ്ങി അന്ന് മുതൽക്ക് ഇങ്ങനെ പറിച്ച് ശീലമുള്ള ആളുകൾക്ക് അത് വേദന ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അതിങ്ങനെ വളർന്നു വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, പറിച്ച് നീക്കുക. അതോടുകൂടെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോഴും അതിങ്ങനെ മുളച്ച് വന്നത് ഉണ്ടെങ്കിൽ പറിച്ച് നീക്കൽ പ്രത്യേകമായ സുന്നത്താണ് പതിവാക്കിയ ആളുകൾക്ക്. അതല്ലെങ്കിൽ അതിനെ ഹൽക്ക് ചെയ്യുക, അതായത് വടിച്ച് നീക്കുക. അതൊരു വൃത്തിയാണ്. കക്ഷത്ത രോമങ്ങൾ വടിക്കുക, അത് നീട്ടിക്കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ചില ആളുകൾ അറിഞ്ഞുകൂടാത്തതിന്റെ പേരിൽ അതെല്ലാം കൂടുതൽ വളർത്തിയിട്ട് മറ്റുള്ള ആളുകൾ കാണുന്ന രൂപത്തിൽ വൃത്തികേടുകൾ, നിഫറത്ത് എന്ന് പറയും. അതായത് മൂമിനീങ്ങൾക്ക് നിഫറത്താക്കുന്ന ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. മൂക്കിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഈ മൂക്കട്ട വാസ്തവത്തിൽ അത് താഹിറാണ്, അതായത് ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം, തഹൂറല്ല. അത് ശരീരത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും അത് പ്രത്യേകമായി കഴുകേണ്ടതില്ല. അത് വൃത്തിയാക്കാതെ നിസ്കരിച്ചാലും നിസ്കാരം സഹിയാണ്, ഒരു പ്രശ്നവുമില്ല. അതേ സമയത്ത് മറ്റുള്ള മൂമിനീങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഉറക്കനെ എന്ത് ചെയ്യുക, മൂക്ക് ശബ്ദത്തോടുകൂടെ ചീറ്റുകയോ അല്ലെങ്കിൽ അതിന്റെ നീരായിരിക്കുന്ന കൈകൊണ്ട് മറ്റൊരാളെ പിടിക്കുകയോ ഒരു പാത്രം സ്പർശിക്കുകയോ മറ്റുള്ള ആളുകൾക്ക് നിഫറത്തുണ്ടാകുന്നൊരു കാര്യങ്ങൾ ചെയ്യരുത് എന്നർത്ഥം. ശബ്ദത്തോടുകൂടെ കാറിക്കുറച്ച് നാം സാധാരണ കാർക്കലിച്ച് തുപ്പുക, ഈ തുപ്പലൊക്കെ നജീസൊന്നല്ല, അത് വളരെ താഹിറാണ്, യാതൊരു കുഴപ്പവുമില്ല. എങ്കിലും മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന ശ്രദ്ധിക്കണം. അതുപോലെ ഒതുണ്ടാക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, വായൊക്കെ കൊപ്പളിച്ച് ഭയങ്കര ശബ്ദത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് തുപ്പിക്കളയും. അതേ സമയത്ത് അടുത്തിരിക്കുന്ന ആളുടെ മേത്തേക്ക് ശരീരത്തിലേക്ക് തെറിക്കുമോ എന്ന് നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ഉളു പൂർണ്ണമാകുന്നില്ല, ഉളുവിന്റെ ആദാബ് പൂർണ്ണമാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ കടപ്പാടിൽപ്പെട്ടതാണ്. കാല് കഴുകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞാൽ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഉറക്കൻ എന്ത് ചെയ്യാം, വെള്ളത്തിന്റെ പൈപ്പ് മുഴുവൻ തുറന്നിട്ട് ഭയങ്കര ഇതിലാണ്ട് കാലുകൾ സ്പീഡിൽ കഴുകി മറ്റുള്ള ആളുകളെ പരിഗണിക്കാത്ത എത്രയോ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഗൾഫ് നാട്ടിൽ ഒരുപാട് കാലം ജീവിച്ചതായിരിക്കുന്ന നമ്മളിൽ നിന്ന് പലരിൽ നിന്നും കാണുകയാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കലൊക്കെ എന്താണ്, ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഒരു സഹകരണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന ആ വിഷയങ്ങൾ. വയുസ്തഹബ്ബു ലിമൻ യസ്തസ്ഹിബുന്നാസ അൻ യതനല്ലഫ, നബി തങ്ങൾ സുന്നത്താക്കിയ കാര്യങ്ങളാ. സുന്നത്താണ് ജനങ്ങളുമായി സഹകരിച്ചു സഹവസിച്ചു ജീവിക്കുന്ന ഏതൊരാണ് പെണ്ണിനും നല്ലതാണ്, സുന്നത്താണ്
തൻലീഫിനെ പൂർത്തിയാക്കുക. എന്തുകൊണ്ട്? ഇതൊക്കെ അതിൽപ്പെട്ടതാകുന്നു. പിന്നെ ഇനി പറയാൻ പോകുന്നത്, അപ്പൊ കക്ഷത്തുള്ളതായിരിക്കുന്ന രോമങ്ങൾ മറ്റൊരാൾ കാണുന്നതിന് ഒരു വൃത്തികേടാണത്, മഹാമോശമാണ്. ആർക്ക്? മൂമിനീങ്ങളെ സംബന്ധിച്ചാണല്ലോ ഇപ്പൊ ഇതൊക്കെ ബാധിക്കുകയുള്ളൂ. മൂമിനല്ലാത്ത മനുഷ്യനക്ക് എന്താ? അതായത് അതൊക്കെ ഹയാ വിചാരിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരാൾ കാണും മോശല്ലേ എന്ന്. ഹയാ ആർക്കേ ഉണ്ടാവുകയുള്ളൂ? വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാവിന്റെ ശാഖകൾ പലതാണ്. ബിൽഉം വസബഊന ശുഅബ അൽ ഈമാനു ബിൽഉം വസബഊന ശുഅബ. 70-ൽ പരം ശാഖകൾ പല വിധത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവ രീതികളും പ്രവർത്തന രീതികളും ഈമാനിന്റെ വകുപ്പിൽപ്പെട്ടതാകുന്നു. മുഅ്മിനീങ്ങൾക്ക് അത് ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അത് അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്, അതിന്റെ അടിവേരാകുന്ന മുരടാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. വാദിനാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. അതിന്റെ ഒന്നാമത്തെ ഘട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് അടിയിൽ ഏറ്റവും താഴ്ന്നതായ പദവിയിൽ നിൽക്കുന്നത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഇമാതത്തുള്ളതയാകുന്നു വഴി വൃത്തിയാക്കുക. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികളും അവർ വിശ്രമിക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുക. കല്ലുകൾ, മുള്ളുകൾ, അഴുക്കുകൾ, കുണ്ടുകൾ, കുഴികളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകും പോലെ വലിയ ഇടവഴികളൊക്കെ മുമ്പുണ്ടായിരുന്നല്ലോ. ഇപ്പൊക്കെ റോഡുകളായിരുന്നാലും അങ്ങോട്ടൊക്കെ ചാഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന മുളയുടെ തുമ്പുകളോ അല്ലെങ്കിൽ വെയിലിയുടെ മുള്ളുകളോ വൃക്ഷത്തിന്റെ കൊമ്പുകളൊക്കെ ഉണ്ടായിട്ട് ജനങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പിന്നെ ഉത്തരവാദിത്തപ്പെട്ടതായ ഉടമസ്ഥ ഉണ്ടെങ്കിൽ അവൻ അത് ചെയ്യുകയോ അല്ലെങ്കിൽ അവനോട് അനുമതി വാങ്ങിക്കൊണ്ട് അതൊക്കെ വെട്ടി വൃത്തിയാക്കുക. അതുപോലെ മറ്റഴുക്കുകളും കുണ്ടുകളൊക്കെ തൂർക്കുക, റോഡുകളും വഴികളൊക്കെ നന്നാക്കുക. ഇത് ആർക്കാണ് ഇതിനൊക്കെ മുൻകൈയെടുക്കാൻ കഴിയുന്നത്? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മേഖല അല്ല ഞാൻ ഈ പറയുന്നത്. അതുപോലെ പഞ്ചായത്ത് വകയായിട്ട് മറ്റു റോഡുകളൊക്കെ ഉണ്ടാവും, അതല്ല. ഇതിലൊക്കെ ശ്രദ്ധ പതിക്കുന്നത് ആരാണ്? മുഅ്മിനീങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കാലും ഒരു മുള്ളു തടഞ്ഞു. ആ മുള്ള് എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുള്ളു വേഗം പറിച്ചിട്ട് ആ വഴിയിലേക്ക് തന്നെ അങ്ങോട്ട് ഇടുക നമ്മൾ ചെയ്യാം അല്ലെ? അധികം ആളുകളും നമ്മുടെ കാലുമെന്നോട് വേറെടുത്തി. ഇനി അത് എവിടെ സൂക്ഷിക്കുക? അത് നമുക്ക് നോക്കണ്ടില്ല, അങ്ങോട്ട് വഴി കിട്ടുക. അപ്പൊ അടുത്ത സാധുവിന്റെ കാലുമ കുത്തുമോ എന്നുള്ള നമുക്ക് ശ്രദ്ധിക്കണം. മുഅ്മിനാണെങ്കിൽ ശ്രദ്ധിക്കും. മുഅ്മിനായ മനുഷ്യനാണ് എന്റെ കാലിമേൽ കുത്തിയതായ മുള്ള് എന്റെ സഹോദരിയുടെ കാലിൽ തറച്ചു കഴിഞ്ഞാൽ എന്റെ കാലിൽ തറച്ചതുപോലെയാണ്. അതുകൊണ്ട് ആ മുള്ളിനി മറ്റൊരാൾക്ക് തറക്കാൻ പറ്റുകയില്ല. അതിനെ മാറ്റി അതിനെ ഒഴിവാക്കി വെച്ചു. മതിൽക്കെട്ടിലേക്കോ വെയിലിലേക്കോ അല്ലെങ്കിൽ കച്ചറയിലേക്കോ അതിനെ കൊണ്ടുപോയി വെച്ചു, മാറ്റിട്ടു. അതിനൊന്നും വലിയ സമയങ്ങളൊന്നും വേണ്ടതില്ല. അതുപോലെ വലിയ കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഇപ്പൊ രാത്രി അല്ലെങ്കിൽ നല്ല ശ്രദ്ധിക്കാതെ ഇതിൽ വന്ന് ചാടിപ്പോയി. ഇനി പടച്ചോ ഇതിലാരെയും ചാടുവോ? ആരും ചാടി എന്താ? ഞാൻ രക്ഷപ്പെട്ടില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തി. ഇനി ചാടിയാലും വേണ്ടില്ല. അപ്പൊ തന്നെ ബേക്കിലൂടെ ഒരാൾ വന്ന് തട്ടിത്തടഞ്ഞിലാണ് ചിരിയൊക്കെ. ആ ഈ ചാടിയല്ലേ, ഞാൻ അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തി. അത് മൂമിനല്ല. പിന്നെ എന്ത് ചെയ്യണോ? അവനത് ചാടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാധ്യമം സ്വീകരിക്കും. ഒന്നുമില്ലെങ്കിൽ അടുത്തുള്ള ഒരാളെ വിളിച്ച് പറയണം, ഇവിടെ വലിയൊരു കുഴിയുണ്ട്, ആരെങ്കിലും വരുമ്പോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. ഇതാര് പറഞ്ഞു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈമാതത്തുള്ളതാ അനി ത്വരീഖ്. ജനങ്ങൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിക്കുന്നതായിരിക്കുന്ന വഴികളിലുള്ള അഴുക്കുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെ പ്രതിരോധിക്കുക, അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഈമാനിന്റെ ശാഖയിൽ ഏറ്റവും താഴ്ന്ന സ്റ്റെപ്പിലുള്ളതാണ്. അപ്പൊ നമ്മൾ കുണ്ടവിടെ ഉണ്ടായിരുന്നു, അത് തൂർത്തു. അതിന്റെ ബേക്കിലുള്ളതായിരിക്കുന്ന ആള് മുമ്പ് വന്നപ്പോൾ അവിടെ കണ്ട കൊണ്ട് ഇപ്പോൾ കാണുന്നില്ല. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ കുഴി തൂർത്തത്? അപ്പൊ ഇന്ന ആളാ. അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി അയാൾക്ക്. ആ ബേക്കിൽ വരുന്ന ഒരു പാവപ്പെട്ടതായ മനുഷ്യന് നേരത്തെ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിവുള്ളതായിരിക്കുന്നതാണ്. ആ കുഴി തൂർത്തപ്പോൾ ബേക്കിൽ വന്നതായ ആൾക്ക് വലിയ സന്തോഷമായി. അപ്പൊ അയാളുടെ ഒരു ദുആയും ഒരു പ്രാർത്ഥനയും കിട്ടി. നബി തങ്ങൾ ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതായിരിക്കുന്ന ശാഖ നമ്മളിൽ പ്രാവർത്തികമാവുകയും ചെയ്തു. ഇതാണ് ഈമാനിന്റെ ശാഖ. ഇനി പറയുന്നു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാ എന്ന് പറയുന്നത് ഈമാനിന്റെ വകുപ്പിൽപ്പെട്ട ഒന്നാണ്. ഹയാ എന്ന് പറഞ്ഞാൽ എന്ത്? ഇൻഖിബാദുൻ നഫ്സി അമ്മാ യുക്റഹു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്ത് നിരോധിക്കപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിനൊരു മടി വരിക. ശരിയല്ല, ആരും കാണുന്നൊന്നുമില്ല, സാഹചര്യങ്ങൾ പൂർണ്ണമായി അനുകൂലമാണ്. മദ്യഷാപ്പിലേക്ക് പോവാനോ അല്ലെങ്കിൽ അന്യ സ്ത്രീയുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറയാനോ കള്ളസാക്ഷി പറയാനോ എല്ലാ സാഹചര്യങ്ങളും ഒത്തുകൂടിയപ്പോ ഇവൻ ചിന്തിച്ചു, പടച്ചവനെ ഞാനിത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ വഴിയിൽ നിന്ന് മൂത്രമൊഴിക്കാനോ വഴിയിൽ നിന്ന് കാട്ടിക്കാനോ വേണ്ടി വന്നാൽ നിന്ന് മൂത്രമൊഴിക്കാനോ എല്ലാ സൗകര്യങ്ങളും കിട്ടിയപ്പോ ഈ മനുഷ്യൻ ചിന്തിച്ചെന്നാ, പടച്ചവനെ ഇത് എനിക്ക് പറ്റിയതല്ലോ, ഞാനൊരു മുസ്ലിം അല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് മഹാനാ നബിതങ്ങൾ നിരോധിച്ചൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ മനസ്സിന് എന്ത് ചെയ്യുക? അതൊരു ചടിപ്പുണ്ടാവുക, ഒരു വെറുപ്പുണ്ടായിട്ട് അതിന് സ്വയമായിട്ട് ഇവിടെ പിന്തിരിയുക. ഇതിനാണ് ഹയാ എന്ന് പറയുന്നത്. അത് ഇൻഖിബാദുൻ നഫ്സി അമ്മാ യുക്റഹു.
അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഗുഹ്യരോമങ്ങൾ നീക്കുക, കക്ഷത്ത് രോമങ്ങൾ. അപ്പൊ കക്ഷത്ത് രോമങ്ങൾ മുറിക്കാതെ അത് വടിക്കാതൊക്കെ കൊണ്ടുനടന്നിട്ട് മറ്റുള്ള ജനങ്ങൾ കാണുന്ന ഒരവസരം അതിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് ഈമാനിന്റെ ശാഖകളിൽ പെട്ടതല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി. ഇന്നമ തൗബത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ നിശ്ചയിച്ചത് ചെയ്യുന്നതായിരിക്കുന്ന, മോശം ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പൊ ഒരു മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ സംഭവിച്ചാൽ അതിന്റെ പരിഹാര മാർഗങ്ങൾ കൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. മേലിൽ അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ഇനി പറയുന്നു കസ്സി ഷാരിബി, ഷാരിബിനെ മുറിക്കൽ കൊണ്ടും, അതായത് മീശ വെട്ടുക. മീശ എന്ന് പറയുന്നതിൽ പലജാതി മീശ ഉണ്ട്. കൊമ്പം മീശ, വടിമീശ, പൊടിമീശ, വെട്ടുമീശ, തട്ടുമീശ എന്നൊക്കെ പറ കുറെ മീശകള്. മീശകൾ മനസ്സിലായി? മീശ പറഞ്ഞാല് തിരണില്ലേ? ആ, മീശ. മീശനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു രോമം മുളച്ച അവിടൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പൊ താടി മീശയുടെ വർത്തനൊക്കെ ഇതിൽ പറയാനുള്ളത്? താടി മീശയൊക്കെ നമുക്ക് നോക്കണ്ട. അല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള രോമക്കുത്തുകളിൽ മുഴുവനും ഇസ്ലാം സഞ്ചരിക്കുന്നു എന്നർത്ഥം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താനി ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ പൂർണ്ണമായ അചഞ്ചലമായ വിശ്വാസമുള്ള നല്ല മനുഷ്യരെ, നല്ല ആണ് പെണ്ണുങ്ങളെ, ചീത്ത ചിന്താഗതികളും പ്രതിബുദ്ധികളൊന്നും അവർക്കില്ല, എതിരായി ഒന്നും ചിന്തിക്കുകയില്ല. അങ്ങനത്തെ ആളുകളെന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയുകയാണ്, ഉദ്ഖുലൂ ഫിസ്സിൽമി, ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണേ. കാഫ, ഇസ്ലാമിന്റെ സർവ്വ വകുപ്പുകളിൽ നിങ്ങൾ കടക്കണം. കണ്ണിലും മൂക്കിലും നാക്കിലും തലയിലും കാലിലും കയ്യിലും എല്ലിലും തൊലിയിലും രോമങ്ങളിലും മുഴുവനും ഇസ്ലാമിയത്തുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിവാക്കുക, അത് ഇസ്ലാമിയത്തല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മീശനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖസ്സു ഷാരിബി, മീശ വെട്ടുക. എങ്ങനെ മീശ വെട്ടണം? അതിന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വിവരിക്കുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനും അതിന് വ്യാഖ്യാനമുണ്ട്. ഖസ്സു ഷാരിബ്, മീശ വെട്ടുക. ഷാഫി മദ്ഹബ് പ്രകാരം മീശ വെട്ടേണ്ടത് ഹത്താ തബ്ദുവ ഹംറത്തു ഷഫത്തി, ചുണ്ടിന്റെ ചുവപ്പ്, അതായത് വായിലേക്ക് ഇറങ്ങിയതായിരിക്കുന്ന ഈ താഴെ ചുണ്ട് മേലെ ചുണ്ടിന്റെ ഈ വായിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ തെല്ലുകള്, ആ ചുവപ്പ്, അതിന്റെ കളറ് ചുവന്നതായാലും വെള്ള വെളുത്തതായാലും വെള്ള, കൂടുതലും ചുവപ്പാവാനാണ് സാധ്യത. വായിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ കട്ടി കുറഞ്ഞതായ തൊലി അതെന്ത് ചെയ്യണം? അല്പം കൊണ്ട് വെളിവാകുന്നവരേക്കും നിങ്ങൾ വെട്ടണം. മീശ കുറച്ച് കട്ടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ഓവറായ കട്ടി വേണ്ട, ഒരു മിതമായ കട്ടി. എന്നിട്ട് വായിലേക്ക് ഇറങ്ങിയതായ മീശ വെട്ടണം. അത് സുന്നത്താകുന്നു. ആരുടെ സുന്നത്ത്? ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവായ മുഅല്ലിമുൽ ആലം നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താ. ഇത് ശാസ്ത്രം മുഴുവനും അംഗീകരിച്ചതുമാണ്, ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ കാണുകയാണ്. മീശ വെട്ടാത്തതായിരിക്കുന്ന, വായിലേക്ക് ഇറങ്ങിയ മീശ വെട്ടാതെ വായിന്റെ ചുണ്ട് മുഴുവനും മൂടിയിട്ട് കട്ടമീശ വെച്ച് നടക്കുന്ന ആളുകൾ അവർ വെള്ളം കുടിക്കുന്ന സമയത്തും ഭക്ഷണം കുടിക്കുന്ന സമയത്തും ആ അന്നപാനീയങ്ങളുമായി സദാ ഈ രോമങ്ങളുടെ സ്പർശനങ്ങൾ കാരണമായി അവർക്ക് ആമാശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം. കുടല് രോഗമുണ്ടാകാം, അൾസർ ഉണ്ടാവാം, ഗ്യാസ്ട്രബിളിന്റെ രോഗങ്ങൾ ഉണ്ടാവാം, വയറുവേദനകൾ ഉണ്ടാവാം, കുടലുകൾ ഓട്ടപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവാം. എന്തേ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന ലോകത്തിന് ആരോഗ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം. ആ പഠിപ്പിച്ച കൂട്ടത്തിൽ പെട്ടതാണ് ചില രോമങ്ങൾ വെട്ടിക്കളയണം, ചില രോമങ്ങൾ പൂർണ്ണമായി വളർത്തുകയും വേണം. എന്തുകൊണ്ട് അത് വളർത്തി, എന്തുകൊണ്ട് ഇത് വെട്ടി ഇവിടെ ചോദ്യമില്ല. അതിനാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നോ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അപ്പൊ കുറത് വടിച്ചു കളയാൻ നമ്മൾ പറഞ്ഞല്ലോ, അതെന്തിനാ വടിച്ചത്, ആദ്യം തന്നെ ഉളപ്പിക്കണോന്നാ പിന്നെ നമുക്ക് അവിടെ ചോദിക്കാനുള്ളത്. ഇതൊക്കെ നമ്മുടെ ചെറിയതായ നിസ്സാരമായി കുടുസായി കിടക്കുന്ന ബുദ്ധിയിൽ നിന്ന് വരേണ്ടതാണ്. വിശാലമായിരിക്കുന്ന ബുദ്ധിന്റെ ഉടമകളായ മുഅ്മിനീങ്ങൾക്ക് അത് വരാൻ പറ്റുകയില്ല. അപ്പോ ഈ വായിലേക്ക് ഇറങ്ങിയതായിരിക്കുന്ന മീശ കാരണമായി നാം ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എപ്പോൾ ഈ സ്പർശനങ്ങൾ കാരണമായി അതിൽ നിന്ന് ചില വെട്ടാൻ പറഞ്ഞതായിരിക്കുന്ന നീണ്ടു നിൽക്കുന്ന രോമങ്ങളിൽ കൃമികളുടെ രോഗാണുക്കൾ ധാരാളം സഞ്ചരിക്കുന്നുണ്ട്. രോഗമുണ്ടാക്കി തീർക്കുന്ന അണുക്കൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. അണുക്കളുണ്ട് എന്നുള്ളത് നമ്മൾ പലരും സമ്മതിച്ചു, ശാസ്ത്രലോകം സമ്മതിച്ചത് ആ ഒരു കാര്യമാണ്. നായ തൊട്ടതായിരിക്കുന്ന സാധനം മണ്ണുകൊണ്ട് കഴുകാൻ പറഞ്ഞത്, നായ എന്ന് പറയുന്ന സാധനത്തിലുള്ള അണുക്കളെ നശിപ്പിക്കാൻ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള മണ്ണിനല്ലാതെ കഴിയുകയില്ല. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരായ ഇമാമീങ്ങളിൽ നിന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ കൽബു താഹിർ, നായ താഹിറാണ്, ശുദ്ധിയുള്ളതാണ്, നായ നജസല്ല, നായ നജീസല്ല എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതെങ്കിൽ
മഹാനവറുകൾ പറയുകയാണ്, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദികും ഫഗ്സിലൂഹുന്ന സബ്അ മർറാത്തിൻ ഊലാഹുന്ന ഔ ഇഹ്ദാഹുന്ന ബിത്തുറാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നായി താഹിറാണെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നത് അതിനെ കഴുകിക്കോളണം, നിർബന്ധമായി കഴുകണം, ഹദീസിന്റെ കൽപ്പന വഴിപ്പെട്ടു കൊടുത്തോളണം, അതിൽ ചില രഹസ്യമായി കിടക്കുന്ന അണുക്കളുണ്ട്, അപ്പൊ നമ്മളത് കഴുകി വൃത്തിയാക്കേണ്ടതാകുന്നു എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ അണുക്കളുണ്ട്. ബാത്റൂമിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ തലമറച്ചേ കടക്കാവൂ, പാദരക്ഷ ധരിച്ചേ നിങ്ങൾ കടക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ആവശ്യകതകൾ ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചില്ലേ? എന്തിനാണ് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചത്? അള്ളാഹു അറിയിച്ചതല്ലാതെ നബി തങ്ങൾ പറയുമോ? ഇല്ല. നിങ്ങളുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന തലന്റെ ഭാഗത്തിലുള്ള ആ രോമക്കുത്തുകൾ അണുവിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ പഴുതുകളും ദ്വാരകളുമാണ്. അതിലൂടെ നിങ്ങളിലേക്ക് ആ അണുക്കൾ കടന്നാൽ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തലമറച്ചേ കടക്കാൻ പറ്റുകയുള്ളൂ. എത്ര ആള് തലമറക്കാറുണ്ട്? പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ തലമറക്കുന്ന കാര്യത്തിൽ വളരെ ലജ്ജയുള്ള ആളുകൾ പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ തലമറക്കുമോ? കാലിൽ പാദരക്ഷ ധരിച്ച് നിങ്ങൾ കടക്കാവൂ. അണുക്കളുടെ ശല്യ പ്രതിരോധത്തിന് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് മീശ വെട്ടുക എന്നുള്ളതായ കാര്യം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ ലായിലിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വായിലേക്ക് ഇറങ്ങിയതായിരിക്കുന്ന മീശയോടുകൂടെ നിങ്ങൾ വെള്ളങ്ങൾ കുടിച്ചാൽ ഇത് പുരുഷന്മാർക്കാണ് കൂടുതൽ ബാധിക്കുന്നത്, സ്ത്രീകൾക്കും മീശ ഉണ്ടാവാം, അപൂർവമാണ്. സ്ത്രീകൾ പറയും മീശയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒഴിവല്ല, ചില നാടുകളിലൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് മീശയുണ്ടാവാം, താടി മുളച്ചവരും ഉണ്ടാവാം, പുരുഷന്മാരെ പോലെ തിങ്ങിയ താടികൾ അപൂർവമാണ്. പിന്നെ അപ്പോ ഈ ഇങ്ങ് ഇറങ്ങിയതായിരിക്കുന്ന അതിൽ വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലൊക്കെ നിങ്ങൾക്ക് ആമാശയ രോഗങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കൊരു ഈസിയാണ്. പക്ഷേ രോഗം ഉണ്ടായിട്ട് സഹിക്കാൻ വയ്യാതിരുമ്പോ നിങ്ങൾ പറയും, എന്താ ഇക്ക് അങ്ങനെ ഒരു സുഖം ഉണ്ടാകും? കാരണം ചിലവ് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടെല്ലാം കഴിക്കുന്നത്, വളരെ വൃത്തിയിൽ ആ ശാസ്ത്രീയമായിട്ട് തന്നെ എൻ്റെ എല്ലാ ഭക്ഷണം എന്താ സംഭവിച്ചത്? സംഭവിച്ചു ഒന്നല്ല, എൻ്റെ മീശ ഗുണം പോരാ, നിന്റെ മീശ കട്ടികൂടി പോയി. ലോകത്തിന്റെ നേതാവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നോട് പറഞ്ഞ കർമ്മനുസരിച്ച് മീശ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ രോഗം എവിടെ ഉണ്ടാവണം? ചുണ്ടിനാ രോഗമല്ല, നിന്റെ കുടലിനാണ് രോഗം ഉണ്ടായത്. എന്തേ കാരണം? ആ മീശ നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും അത് ആ ഭക്ഷണമോ അല്ലെങ്കിൽ പാനീയവുമായ സ്പർശനങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിൽ നിന്ന് അണുക്കൾ നിന്റെ ആമാശയത്തിലേക്ക് കടന്നുകൂടി. അതും കൂടി ശ്രദ്ധിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ രണ്ട് കൂലിയാണ്, രണ്ട് കാര്യമാണ്. ആരോഗ്യത്തിന്റെ സംരക്ഷണങ്ങൾ ഉണ്ടാകും, നബി തങ്ങൾ പറഞ്ഞതായ വാക്കുകൾ അനുസരിക്കലുണ്ടായി, റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയിലുള്ളതായിരിക്കുന്ന ഇത്തിബായ് ഉണ്ടായി, സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിനുള്ള ഇത്തിബായ്, പിന്തുടർച്ച, അനുകരണം, ഇതെല്ലാം നമുക്കുണ്ടാകുന്നു. അത് പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഹജ്ജാകുന്ന സ്കൂളിലേക്ക് മദ്രസയിലേക്ക് കടക്കുമ്പോൾ അതാ ഇഹ്റാമിലേക്കുള്ള ഒന്നാമത്തെ ഘട്ടം കസ്സു ഷാരിബ്. അപ്പൊ മീശ വെട്ടേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ഈ ചുണ്ടിന്റെ ഭാഗത്തേക്ക് ഇറങ്ങിയതാ മീശ വെട്ടി, ഇവിടെ ഒരു ചുണ്ടും കൂടി ഉണ്ട് എന്ന് അറിയാൻ എന്ന രൂപത്തിൽ ചെറിയതായിട്ടൊന്ന് വെളിവാട്ടെ. ആരാ മീശ, എന്ത് മീശ എന്നിപ്പോ ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ ഏത് രൂപത്തിലാണെങ്കിലും മീശ മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. താടിയൊക്കെ ആണെങ്കിൽ പിടിച്ച് എന്ത് ചെയ്യാവുന്ന ഇവിടെ ഒരു കെട്ട് കെട്ടിയ അപ്പൊ താടി ഉണ്ടല്ലോ നമുക്കറിയില്ല. മീശ കെട്ടിയ പിന്നെ എന്താ ആളുടെ ഹാല്? പിന്നെ ആളെ കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വേഗം കുതിരവട്ടത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് മീശ വെട്ടുക എന്നുള്ള സുന്നത്ത്. അപ്പൊ ഇനി മീശ വന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൊമ്പം മീശ എന്ന് പറഞ്ഞൊരു മീശ, അതൊരു മീശ നമ്മൾ പറഞ്ഞ കൂടുതൽ തട്ട് മീശ, വെട്ടുമീശ, പൊടിമീശ, കൊമ്പം മീശ എന്ന് പറഞ്ഞ മീശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിർക്കൽ രാജാവിന്റെ കാലത്ത്, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള രാജാവാണ്, ഒരു കത്തുമായി അതാ ഒരാൾ വന്നു. റസൂലുള്ളാഹിക്ക് ചില നിർദ്ദേശങ്ങളും ചില ഉപാധികളൊക്കെ ആവശ്യപ്പെട്ടു വന്നു. ഒരു എഴുത്ത് രാജാക്കന്മാർ എഴുത്ത് വന്നാൽ വേഗത്തിൽ ഇത് പൊളിച്ചു വായിക്കുന്ന സ്വഭാവമാണല്ലോ ആർക്കാണ് കത്ത് കിട്ടിയതെങ്കിൽ. നബി തങ്ങൾ ഈ കത്ത് കൊണ്ടുവന്നതായിരിക്കുന്ന മനുഷ്യന്റെ കത്ത് പൊളിച്ചു വായിക്കുന്നതിന്റെ മുമ്പെയായി ആ മനുഷ്യന്റെ ബാഹ്യമായ പ്രകൃതി നോക്കുമ്പോൾ വലിയൊരു കൊമ്പം മീശയാണ് ആൾക്കുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരാ, നിങ്ങളൊരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ കത്തിന്റെ റിസൾട്ട് ഞാൻ പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ പോയി മീശ ഒന്ന് വെട്ടി ശരിയാക്കി വരണം. എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചുള്ളത് മീശ ഇന്ന രൂപത്തിൽ വെക്കാൻ വേണ്ടിയാണ്. കൊമ്പം മീശ എന്റെ റബ്ബ് കൽപ്പിച്ചതായ കൽപ്പനയിൽ ഉൾപ്പെട്ടതല്ല, അതുകൊണ്ട് നിങ്ങളിത് പോയി ചെയ്തു വരണമെന്ന് ഈ മനുഷ്യൻ മുസ്ലിമാണോ കാഫിറാണോ എന്ന് അന്വേഷിക്കുന്നതിന്റെ മുമ്പെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ കൊമ്പം മീശ വെക്കുക എന്നുള്ളത് അത് ലൈസ മിനൽ ഇസ്ലാം, ലൈസ മിനസ് സുന്നah. നിങ്ങൾ ആരും വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരങ്ങൾ കണ്ടോളി, ഇല്ലെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിക്കോളി. ആരോടെങ്കിലും പറയാൻ വല്ല സാഹചര്യങ്ങൾ അനുകൂലമായി കിട്ടുകയാണെങ്കിൽ സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിനെ മനസ്സുകൊണ്ട് വെറുക്കുക. അപ്പൊ മീശയുടെ കാര്യം തൽക്കാലം ഞാൻ അവിടെ വെക്കുകയാണ്. വലിയ കട്ട മീശ വെച്ചിട്ട് വലിയ മീശക്കാരനായിട്ട് നടന്നിട്ടൊന്നും വലിയ കൊമ്പം മീശ അങ്ങനെ പിടിച്ചിട്ട് ഞാനല്ലേ പോക്കരിയാണെങ്കിൽ എന്തിനും കഴിയുന്നുള്ള ഒരു ഉസാറിലൊക്കെ നടക്കുന്ന നാട്ടിലൊക്കെ ചില ആൾക്കാർ കണ്ടില്ലേ. ഒരു 10-85 വയസ്സുള്ള ഒരു പാപ്പന ഒരു ദിവസം ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ കണ്ടു, ഒരു ദിക്ർ വാർഷികത്തിന്. അത് വലിയ ആളാണ്. അവിടുത്തെ എല്ലാ നേതൃത്വം
ഇത് പറയാതെ പോരാനും കഴിയണില്ല. അയാൾ നേതാവായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ട കാര്യമാണ്. പറയാതെ പറഞ്ഞാൽ അതും മുടങ്ങും. ആകെ കൂടി ഞാൻ ഇയാളാണ് ഇതൊക്കെ തരേണ്ട ആളെ. ഇത് പറയാതെ പോരാനും കഴിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ച കൂടുതൽ പറഞ്ഞു, വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. പേരുകൾ പറഞ്ഞു. അവരൊക്കെ ഉള്ള കാലത്തും ഞാനിവിടെ പ്രസിഡന്റാണ്, അവരൊക്കെ വരാറും പോകാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് തിരുനാൾക്ക് ഇപ്പം അത് മതിയല്ലോ. എന്നാൽ പിന്നെ അതിൻ്റെ ശേഷം ഞാനൊരു കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം കണ്ടപ്പോൾ മൂപ്പർക്ക് പഠിച്ചാൽ വേണ്ടി ചെറിയ നമ്മുടെ വയലൊന്നും ബലപ്പെട്ടില്ല. ആ കോലത്തിൽ തന്നെ ഉള്ളത്. ഒരു ഭയങ്കര വീസ് അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ ബീരപ്പൻ്റെ അവിടെ നിന്നില്ല. അപ്പൊ അത് നമുക്കൊരു ചേർന്ന കാര്യമല്ല, അത് അന്തസ്സുമല്ല. അതല്ല ഹയാ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാന്നല്ലേ. ഫൈലൻ തസ്തഹി ഫസനൈ മാശിത്ത. ഹയാ ഈമാനിൽ പെട്ടതാണ്. ഹയാന്റെ മാന ഞാൻ പറഞ്ഞു, ഇൻജിബാദുൻ നഫ്സി അമ്മാ യുക്റഹു എന്നതിനെ കുറിച്ച് അതിന്റെ അർത്ഥങ്ങളും പറഞ്ഞു. ഇനി അത് നിനക്ക് ഇല്ല എങ്കിലോ ഫസനൈ മാശിത്ത, തോന്നിയതൊക്കെ നീ ചെയ്തോ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അനുമതി കൊടുക്കലല്ല, നാണം കെട്ടവന്റെ പണിയാണത് എന്നതിന് വെറുക്കലാകുന്നു. പിന്നെ ഇനി വീശ കഴിഞ്ഞാൽ പിന്നെ താടിയാണ്. അതാണ് ഇപ്പം നമ്മൾ ലേശം അടച്ചില്. ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊള്ളാനും തള്ളാനും എല്ലാം അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഹജ്ജിന് പോരുന്ന ആളുകൾ കൊണ്ടേ പറ്റുകയുള്ളൂ. ഹജ്ജിന് പോരുന്ന ആളുകൾ, നമ്മുടെ സംഘത്തിൽ വരുന്ന ആളുകൾ താടി വെച്ചേ പറ്റുകയുള്ളൂ. അതായത് പോരുന്നതിന്റെ മുമ്പെങ്കിലും ആ കാര്യങ്ങൾ പൂർത്തിയാക്കണം. എന്നാലേ നമുക്ക് റാഹത്തായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുക്കപ്പെട്ട രൂപത്തിലാവുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാക്കി തീർക്കരുത്. അതിനെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്നാണ്. 10 സുന്നത്തുകൾ അംബിയാ മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാ. അശ്റു സുനനിൻ മിൻ സുന്നത്തിൽ അംബിയായി മിൻ ഖബലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 10 സുന്നത്തുകൾ എന്റെ മുൻകഴിഞ്ഞതായിരിക്കുന്ന അംബിയാക്കളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അതായത് സുന്നത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്. ആദ്യമായി ഇവിടെ ഒരു താടിയുടെ പ്രചരണം കൊണ്ട് താടി വളർത്തിയതായിരിക്കുന്ന ആൾ. അതിന്റെ മുമ്പും താടിക്കാരൊക്കെ ഉണ്ടായി. പക്ഷെ അതൊരു വിഷയമാക്കി എടുക്കാൻ തുടങ്ങിയതെന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ താടി മുതൽക്കാണ്. അദ്ദേഹത്തിനാണ് ആദ്യമായി താടിയിൽ വെള്ളരോമം കണ്ടത് എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന് നല്ല താടി ഉണ്ടായിരുന്നു. വെളുത്ത രോമം കണ്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എന്താ ഒരു വെളുപ്പ് കാണുന്നത്? മാ ഹാദാ യാ റബ്ബി, എന്താണ് അള്ളാഹുവെ കാണുന്നത്? അള്ളാഹുവിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് അറിവ് കിട്ടി. ഹാദാ നൂറ്, ഇത് പ്രകാശമല്ലേ, നൂറുൽ മൂമിനല്ലേ, മൂമിനിന്റെ പ്രകാശമാണല്ലോ. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, അല്ലാഹുമ്മ സിദ്നി നൂറ, പടച്ചോനെ നൂറ എന്നാ അതിന്റെ താടി മുഴുവൻ ഇജ്ജ് വെളുപ്പിക്ക്. നമുക്ക് പറ്റുമോ? അത് താടി വെളുപ്പിക്കാൻ പറ്റുമോ? താടി ഉണ്ടോ ഇല്ല തന്നെ നമ്മളാരും കണ്ടിട്ടുണ്ടോ നമ്മുടെ താടി? എന്ന് നേരാണ് പുലർന്ന് കണ്ണ് എമ്പിട്ട് താടി പിടിക്കല്ലേ, അത് കാണുന്നെ വേണ്ടെന്ന്. ഒരുപാട് എത്ര ആളുകൾ ഈ ഇരിക്കുന്ന കൂടുതൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടാവാം. അതുകൊണ്ട് അത് അംബിയാ മുർസലുകളുടെ സുന്നത്താ. 10 സുന്നത്തിൽ നിന്ന് 5 എണ്ണം അവന്റെ ശരീരത്തിന്റെ തലയിൽ നിന്ന് മേൽപോട്ടുള്ളതുമായി ബന്ധപ്പെടുന്ന സുന്നത്തുകളാണ്. 5 എണ്ണം ശരീരത്തിന്റെ ഈ കഴുത്തിന്റെ കീപ്പോട്ട് അവന്റെ ശരീരത്തിന്റെ കാല് വരെ പാദം വരേക്കും ബന്ധപ്പെട്ട് കിടക്കുന്ന സുന്നത്തുകളാകുന്നു. ഈ തലയുമായി ബന്ധപ്പെടുന്ന 5 സുന്നത്തുകളിൽ നിന്ന് ഒരു സുന്നത്ത് ബ്രഷ് ചെയ്തുകൊണ്ട് വായ വൃത്തിയാക്കുക, മിസ്വാക്ക് ചെയ്യുക എന്ന് പറയും. അത് ഒരു പ്രധാനപ്പെട്ടതായ സുന്നത്താണ്. ഒരുപാട് രോഗങ്ങൾക്കും ശിഫയുണ്ട് എന്ന് ഹദീസിൽ കാണുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടു, മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ലൗലാ അന്ന ശുക്കാല ഉമ്മത്തി ലഅമർതുഹും ബിസിവാക്കി ഇൻദ കുല്ലി വുളൂഇൻ. എപ്പോൾ ഉളുണ്ടാക്കുകയാണെങ്കിലും ഉളു ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മുമ്പായി മിസ്വാക്ക് ചെയ്യാൻ ജനങ്ങളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ അത് നിർബന്ധമായിട്ട് കൽപ്പിക്കാതിരുന്നത് അവർക്കതൊരു മശക്കത്തായി തീരുമോ? അവരുടെ റഹ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ നിർബന്ധമാക്കുന്നില്ല. അതൊരു ബലപ്പെട്ട സുന്നത്താണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ സമയത്തുള്ള മിസ്വാക്കല്ല, അത് അത്ര ഗുണം പോരാ. അത് ഗുണമാണ്, പക്ഷേ അത് ഗുണക്കേടാക്കാണ്. നമ്മൾ അതാ നിസ്കരിക്കാൻ പോകുന്ന സമയത്തുള്ള മിസ്വാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, വായ കുപ്പിളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ബ്രഷ്, അതുപോലെയുള്ള മരത്തിന്റെ കൊമ്പുകൾ, ഇലകൾ പോലെയുള്ളതൊക്കെ ബ്രഷ് ചെയ്താൽ അതൊക്കെ പ്രശ്നങ്ങളാണ്. നോമ്പ് കാലങ്ങളിലാണെങ്കിൽ നോമ്പ് പാത്തിലാവുന്നു, അതല്ലെങ്കിൽ നിസ്കാരം പാത്തിലാകുന്നു. ഒരുപാട് സാധ്യതകളുണ്ട്. അതിന്റെ പുറമെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ വായിലുള്ള ഒമീനിരോ കൂടി വിളിനാക്കി ചില ആളുകൾ നല്ല ഒരു 4 വരതിൽ വരെ വീട്ടിൽ ഇങ്ങനെ കീശയിലാണ് കൊടുക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ആൾ കുറച്ചുകൂടി വിട്ടുക. അടുത്ത് നിൽക്കുന്നവർ ചെയ്തിട്ടുണ്ടാവില്ല, അവൻ ലേശം വിട്ടു നിന്നു. നിൽക്കാൻ പറഞ്ഞതെന്താ? ഇമാമ് കയറിയാൽ തന്നെ മഹറാബിൽ നിന്നിട്ട് പറയുന്നത് എന്താ പറയണത്? എത്തതിലൂ ഓ തറാസു എന്ന് പറയുന്ന ലഫ്ലുണ്ട്. നമ്മൾ ഇമാമല്ലാത്തോണ്ട് ഓർമ്മ ഇസ്തഖീമു എത്തതിലൂ ഓ തറാസു. എന്താ തറാസുന്റെ മായന? നിങ്ങൾ ചേർന്ന് നിന്നോട് ഒട്ടിപ്പിടിച്ച് നിന്നോളീനാ.
നിങ്ങൾ യാതൊരു ഹലലുകളും വിടവുകളും എന്ത് ചെയ്യരുത്, ശൈത്താന് നിൽക്കാൻ വേണ്ടി ഫുർജത്തുണ്ടാക്കരുത്, വിടവുകൾ ഇട്ട് കൊടുക്കരുത്, ഒട്ടിപ്പിടിച്ച് തോളോട് തോള് ചേർന്ന് നിൽക്കുക. അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഏത് ക്രമത്തിലാണ്? കന്നഹും ബുഞ്ഞാനും മർസൂസ്, നല്ലതായിരിക്കുന്ന ഈയം കൊണ്ട് ഒരുക്കി വാർത്തിട്ട് ഒട്ടിപ്പിടിപ്പിച്ചതുപോലെ നിങ്ങൾ നിൽക്കണം നിസ്കരിക്കാകുമ്പോൾ. നമ്മളോ അറിയില്ല, ഒരു ഓർമ്മ ഉണ്ട്. ഇനി അത് നിന്നാൽ തന്നെ ഇതുപോലെ ഒരു സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ വെറുപ്പിക്കുന്ന ഒരു ചെങ്ങായി രണ്ട് തൊള്ളയിലാണ് വിളി അറിഞ്ഞിട്ട് കീശനകളിട്ട ലേശനം വിട്ടുകൂലേ, അപ്പൊ എന്താ ഉണ്ടാവുന്നത്? സുന്നത്താണ് നഷ്ടപ്പെടുന്നത്. അതൊന്നും ചെയ്യുന്നതിന്റെ മുമ്പെയായി ചെയ്യുകയാണെങ്കിൽ അതിന്റെ രൂപത്തിലൊക്കെ ചെയ്യുക. ആ രൂപത്തിൽ മനസ്സിലാക്കി ആളുകൾക്ക് വെറുപ്പില്ലാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ നിർവഹിച്ചാലേ അതിന്റെ സുന്നത്ത് കിട്ടുകയുള്ളൂ. അപ്പോ ബ്രഷ് ചെയ്യുക, അത് മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബ്രഷ് ചെയ്യുക, ആ പല്ല് വൃത്തിയാക്കുക, നാവ് വൃത്തിയാക്കുക എന്നൊരു സുന്നത്ത്. അത് തലയുമായി ബന്ധപ്പെട്ടാണ് നാവ്. നാവ് എന്ന് പറയപ്പെടുന്ന സാധനം വലിയ ഗൗരവമുള്ളതായ ഒരു സാധനമാണ് അവന്റെ ശരീരത്തിൽ. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം കുറെ കാലം ഒരാളുടെ വടുവനായി ജീവിച്ചു. സൂറത്തുൽ ലുക്മാൻ എന്ന് പറയുന്നത് സൂറ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഇറക്കി. എന്റെയും മകന്റെയും ചരിത്രം അതിലുള്ളത് കാര്യമായിട്ടൊക്കെ. വടുവനായി നിന്നു. അങ്ങനെ ആ യജമാന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യജമാനൻ പറഞ്ഞു, ലുക്മാനെ, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായിരിക്കുന്ന ഒരു സാധനം, ഒരു മാംസകഷ്ണം നിങ്ങൾ മുറിച്ചു കൊണ്ടുവരണം. മഹാനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പോയി ഒരാളെ നാവ് മുറിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പോയി മാർക്കറ്റിൽ പോയിട്ട് ഒരു ആടിന്റെ നാവ് മുറിച്ചു കൊടുന്നു. ജീവികളുടെ കൂട്ടത്തിൽ നാം മൂപ്പര് പറഞ്ഞത്. ആളുടെ നാവ് തൽക്കാലം മുറിക്കാൻ കിട്ടുകയില്ല. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഓപ്പറേഷൻ ചെയ്തൊക്കെ പഠിക്കുന്നത് പട്ടികളൊക്കെ അറുത്തിട്ട് പഠിക്കുന്നു പറഞ്ഞേക്കാം. അല്ലാഹു അലം. ഒരാളെ മുറിച്ചിട്ട് എപ്പോഴേലൊക്കെ ചെല്ലുമ്പോഴല്ലേ ആ കേസ് കിട്ടുള്ളൂ. ഒരാളെ കുത്തി മുറിച്ചിരുന്ന് സമ്മതിക്കോ? ഇതുപോലെ മൂപ്പർ എന്ത് ചെയ്തു, ഒരു നാവ് കൊണ്ടുവന്നു. എന്നിട്ട് അതിന് ഇതാണോ നല്ല സാധനം? അതെ, ഈ സാധനം നന്നായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ളതായിരിക്കുന്ന എല്ലില്ലാത്ത ഒരു മാംസക്കഷ്ണം ശരീരത്തിലുണ്ട്, അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് പൂർണ്ണമായി എനിക്ക് ധൈര്യം തന്നാൽ അളുമല്ലഹു ബിൽ ജന്ന, ഞാൻ അവർക്ക് സ്വർഗം നൽകാമെന്ന് ഞാനും ഏറ്റു പറയാം. അങ്ങനത്തെ ഒരു സാധനം അതിനെ സൂക്ഷിച്ചാൽ എല്ലാ നിലക്കുള്ള ഹൈറിന്റെയും അടിവേര് നാരായ കുറ്റി അത് തന്നെയാകുന്നത് കൊണ്ടുവന്നു. ആ മൂപ്പരെ ന്യായങ്ങളും ഈ സയ്യിദിനോട് യജമാനോട് പറഞ്ഞു കൊടുത്തപ്പോൾ അത് സമ്മതമായി. എന്നാൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? ഒരു ജീവിയുടേതായിരിക്കുന്ന ശരീരത്തിൽ ഏറ്റവും മോശമായിരിക്കുന്ന ഒരു മാംസകഷ്ണം മുറിച്ചു കൊണ്ടുവരണം. മഹാനായിരിക്കുന്ന ലുക്മാൻ റളിയല്ലാഹു തആല ലുക്മാനുൽ ഹക്കീമാണ്, ഡോക്ടറാണ്, വലിയ വിദഗ്ധനാണ്. താൻ മാർക്കറ്റിൽ പോയിട്ട് അതാ ഇതിന് പകരമായി വേറെ ഒരാടിൻ്റെതായ നാവ് മുറിച്ചു കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സമയത്ത് രാജാവ് യജമാനനോട് യജമാനൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അതല്ല ലുക്മാനെ, നിങ്ങൾ നേരത്തെ നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും കൊണ്ടുവന്നതൊരു നാവാണ്, ചീത്ത കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും കൊണ്ടുവന്ന ഒരു നാവാണ്. എന്താണ് ഇതിനുള്ള രഹസ്യമെന്ന് പറഞ്ഞപ്പോ, ഈ സാധനം വടക്ക ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളതായ വസ്തു വടക്കായാൽ ഏറ്റവും വലിയതായ വടക്ക് നാവാണ്. നാവാണ് സർവത്തിനെയും വടക്കാക്കുന്നത്. നാവാണ് എല്ലാറ്റിനെയും വടക്കാക്കുന്നത്. നന്നാക്കുന്നതോ അത് മുഴുവൻ നാവാണ്. അള്ളാഹുവിന്റെ ഷഹാദത്ത് കലിയും വലിയതായിരിക്കുന്ന മുസ്ലിമിനെ കാര്യമായി കാത്തു സൂക്ഷിക്കുന്നവന്റെ നാവാണ്. ആ മുസ്ലിമിന്റെ ഈമാന് പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുഫരിയത്തിന്റെയും രിദ്ദത്തിന്റെയും വാക്ക് പ്രവർത്തനങ്ങളും പരസ്പരമായ സംഘട്ടനങ്ങളും കോലാഹലങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? അതെല്ലാം നാവാകുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയണം, രണ്ട് പറഞ്ഞാൽ നാല് പറയണം, പലിശ കൂട്ടി പറഞ്ഞെങ്കിലേ സമാധാനിക്കുകയുള്ളൂ. ഇതാണ് നാവിൻ്റെതായിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പല്ല് വൃത്തിയാക്കുക, മിസ്വാക്ക് ചെയ്യുക എന്നുള്ള തലയുമായി ബന്ധപ്പെടുന്നതായ ഒരു സുന്നത്ത്, അത് തലയിൽപ്പെട്ടതാ. അതോടുകൂടെ മളുമലത്ത് ഇസ്തിൻഷാക്ക് എന്ന് പറയുന്ന സുന്നത്ത് പ്രകടമായതും അത് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിക്കപ്പെട്ടതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുഖേന വായിൽ വെള്ളം കൊപ്പിടിച്ച് ഉളുണ്ടാക്കുക, മൂക്കിൽ വെള്ളം ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ കയറ്റി ചീറ്റുക. അതായത് വെള്ളം അല്പം മേൽപോട്ടാണ് കയറ്റിയിട്ട് അത് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ചീറ്റി കളയുക, അതിന് പിഴിഞ്ഞ് കീപ്പോട്ട് കളയുക. അതാണ് സുന്നത്തിന്റെ രൂപം. അങ്ങനെയാണ്. ലേശോട് വലിക്കണം. ചില ആളുകളൊക്കെ ഒതുണ്ടാക്കുന്നതാണ് വലിയ അത്ഭുതമാണ്. അവർ ഒതു എങ്ങനെയാണ് ഇത് ചെയ്യാവുന്നത്? അള്ളാഹുവിന്റെ കോർട്ടില് അള്ളാഹ് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് മാത്രമല്ലാതെ നമുക്ക് പഠിച്ചതനുസരിച്ച് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ വെള്ളം വായു കൊപ്പിളിക്കലും മൂക്കിൽ കൊടുക്കലും മോൻ കഴുകലെല്ലാം. അപ്പോൾ 3 സുന്നത്തുകളായി ബിസ്വാക്ക് ചെയ്യുക, വായു വൃത്തിയാക്കുക, മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളത്. ഇനി മീശ വെട്ടുക എന്നുള്ള സുന്നത്ത് നമ്മൾ മീശനെ കുറിച്ച് പറഞ്ഞു. അതും തലയിൽ ബന്ധിച്ചതായ കാര്യമാണ്, ഈ തലന്റെ ഉള്ളിലുള്ളതായ കാര്യമാണ്. പിന്നെ 5-ാമത്തതായിരിക്കുന്ന സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഫുല്ലഹിയ ഔഫിറുല്ലഹിയ, നിങ്ങൾ താടി വളർത്തണം. താടി വളർത്താനുള്ളതാണ്, താടി പഠിക്കാനുള്ളതല്ല. പലരും പറയുന്നത് കേൾക്കുക, താടി പഠിക്കലൊക്കെ കറാഹത്തല്ലുള്ളൂ. കറാഹത്തിന്റെ പേരെന്താ? വെറുക്കപ്പെട്ടത്. ആര് വെറുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സാലിഹ്യങ്ങളായ മുഅ്മിനീങ്ങളും വെറുത്തു. അപ്പൊ എല്ലാവരാലും വെറുക്കപ്പെട്ടതായ ഒരു സംഗതിയാണ് കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ആരോട് ചോദിച്ചോളി, യാതൊരു പ്രശ്നമില്ല. എന്താ കറാഹത്തിന്റെ അർത്ഥം എന്ന് വല്ല ഉസ്താദന്മാരോട് ചോദിക്കും.
കുഴപ്പമുണ്ടാക്കരുത്, വേഗം പുറത്തു പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ചെവി പിടിച്ച് തിരുമ്പണം. പിന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കരുത്. എല്ലാവരുടെ കീശയിലുണ്ട്. ഓരോരുത്തർക്ക് എടുക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ കീശ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് കരച്ചിൽ പല ജാതിയാണ് കരച്ചിൽ. പല കുട്ടികളുടെ ശബ്ദങ്ങൾ പലല്ലേ. ആ മുമ്പര കരച്ചിൽ നിങ്ങൾ എൻ്റെ കീശയിലുള്ളത് ഇങ്ങനെയല്ല കുട്ടി കരയണത്, എന്താ അതങ്ങനെ കരയണേ, കരഞ്ഞോട്ടെ, അതിനനുസരിച്ച് അയാൾ മുലൊടുക്കുക. പിന്നെ ചെവി പിടിച്ച് തിരുമ്പ് എന്താ ചെയ്തു, അങ്ങോട്ട് ശ്രദ്ധിക്കരുത്. പിന്നെ താടി വളർത്തുക, അത് വളർത്താനുള്ളതാണ്, അത് പഠിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ ആദ്യമായി അതിന്റെ അസല് മനസ്സിലാക്കി വെച്ചിട്ടാവണം ഇനി പഠിക്കുന്നതും ഇനി വളർത്തുന്നതും. ഇത് ആര് ചെയ്തു? മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 10 വർഷം രാവു പകല് നാട് യാത്ര വ്യത്യാസമില്ലാതെ കണ്ട് റസൂലുള്ളാഹിയുമായി ഒട്ടിപ്പിടിച്ച ജീവിതം ഉണ്ടായിരുന്നു. അതായത് ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖാദിമു ആയിരുന്നു അദ്ദേഹം 10 വർഷം. അതിന്റെ കാരണങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ മദീന യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹുവിന്റെ കറാമത്തുകളൊക്കെ പലതും പറയാനുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 10 വർഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഒരാളാണ് വിവരിക്കുമ്പോൾ അതൊക്കെ അനുഭവങ്ങളാണല്ലോ പറയാൻ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു കൈഫകാന ലഹിയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താടിയുടെ രൂപം എങ്ങനെയായിരുന്നു? അപ്പൊ താടിയുണ്ട് എന്നുള്ള ലോകം മുഴുവൻ സമ്മതിച്ചു. എങ്ങനെ താടി വളർത്തിയിരുന്നത് എന്നാണ് മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ഈ 10 വർഷത്തിന്റെ ഉള്ളിലായി അതല്ലാത്തതാ സമയം ഞാൻ റസൂലുള്ളാഹിനെ വീക്ഷിക്കുമ്പോഴും ഏതെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് പഠിച്ചിട്ട് ജനങ്ങൾക്ക് നല്ലതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് ദറൂറത്തുണ്ടാകുന്ന കാര്യങ്ങൾ ദറൂറത്തിന്റെ ഘട്ടങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നബി തങ്ങൾ ചിലതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണിച്ചു കൊടുത്തിട്ടില്ല. ഒരു ഹദീസിൽ കാണാം, ബുഖാരിന്റെ ഹദീസാണെന്ന് ഞാൻ സംശയിക്കുന്നു, അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബാതത ഖൗമിൻ ഫബാല ഖായിമ. നബി തങ്ങൾ ഒരു ജനങ്ങളുടെ കച്ചറ കൂട്ടിയതായിരിക്കും ഒരു ഭാഗത്തേക്ക്, കച്ചറത്തൊട്ടിന്റെ ഭാഗത്തേക്ക് പോയി. എന്നിട്ട് റസൂലുള്ളാഹി ഫബാല ഖായിമ, നിന്ന് റസൂലുള്ളാഹി മൂത്രമൊഴിച്ചു. ബുഖാരിന്റെ ഹദീസാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സഹായിന്റെ ഹദീസാണ്, സംശയമൊന്നും ആ കാര്യത്തിലില്ല. ബാല ഖായിമ, നിന്ന് മൂത്രമൊഴിച്ചു. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? മഹാന്മാരായ ഹദീസിന്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഇനി 2 കാരണമാണ് അതിലുള്ളത്. ഒന്നാമത്തെ കാരണം ലി മറളിൻ ബിൽ ഖാസിറ, റസൂലുള്ളാഹിന്റെ ഊരക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, ശരിക്കും ഇരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ വയ്യാത്ത ഘട്ടങ്ങളിൽ പ്രയാസപ്പെട്ട് ഇരുന്നു കൊണ്ടിട്ട് അവർ വിഷമിച്ച് മൂത്രമൊഴിക്കണമെന്നും അതിലില്ല. അത് നിന്ന് മൂത്രമൊഴിച്ചാലും കുഴപ്പമില്ല. നിന്ന് മൂത്രമൊഴിക്കലൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഗൾഫിലേക്ക് പോകുന്നവർക്കും വരുന്നവർക്കും അതല്ലാതെ ഒരു മാർഗമില്ല. കാരണം ഈ ട്രൗസറുകൾ ഇട്ടാ പിന്നെ എന്താ പിന്നെ ചെയ്യാ? അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ വെറുക്കാന്നല്ല അവസാനം ഉണ്ടാകുള്ളൂ. വെറുത്തോണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടല്ല, സഹകരിച്ച് പോകാൻ വേണ്ടി പറയണം ഞാൻ. അപ്പോ വിഷമഘട്ടത്തില് അതല്ലെങ്കിൽ റസൂലുള്ളാഹി അത് ജായിസാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഒരാൾക്ക് ഒരു രോഗമില്ലാത്ത സമയത്ത് തന്നെ ഒരാൾ മൂത്രമൊഴിച്ചാല് അത് വലിയ ഹറാമായി പോയി എന്നത് പറയണ്ട. അത് ജായിസാണ്, അനുവദനീയമായ കാര്യം എന്നല്ല, കുറ്റമില്ല എന്നർത്ഥം. അത് കുറ്റമുള്ളതായിരിക്കുന്ന ശിക്ഷയിൽ ഉള്ളൊരു കാര്യമല്ല എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ ഇത് കാണിച്ചു കൊടുത്തതാണ് ഒരു ഒറ്റ പ്രാവശ്യം. എന്നാൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കാത്തതായ ഒരു കാര്യമാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും, പണ്ട് ക്ലാസ്സിലത്തെ ഒരാൾ വെച്ച് ഒരു എഴുത്ത് വന്ന് പാണക്കാട് തങ്ങൾക്ക് താടിയില്ലല്ലോ എന്ന്. ഒരാൾ എഴുത്തീരാ. പിന്നെ ഒരാൾ പറയും മടവൂരിന് താടിയില്ലല്ലോ എന്ന്. ചങ്ങായിമാരെ അവരൊക്കെ എവിടെ കിടക്കണ്? അവരും നമ്മൾ കൂടി എന്ത് ബന്ധാനുള്ളത്? അവരുടെ ദർജകൾ എവിടെയാണ്? പിന്നെ മടവൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകവുമായി വല്ല ബന്ധമുണ്ടോ? അത് അവർ മസ്താന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട നമുക്ക് വല്ല മസ്തുണ്ടോ? ഞമ്മക്ക് മറ്റേ വാട്ടർ അടിച്ചിട്ട് വല്ല മസ്താകുന്നില്ലാതെ വല്ല അള്ളാഹെ പേടിച്ചിട്ട് മസ്താകുന്ന കൂട്ടരുണ്ട്. അള്ളാഹു മൗജൂദും ലാ മഖ്സൂദ ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ മഅബൂദ ഇല്ലല്ലാ, ലാ ശൈഅ ഇല്ലല്ലാ. ഇതിലാണ് പേടിച്ചു പോയവര്. പിന്നെ ഒന്നും കണ്ണു കാണാനില്ല. ആകെ ബേജാറ്, വെപ്പിളി പിടിച്ചിട്ട് മടവൂരിന്റെ അടുത്തൊക്കെ പോയ ആൾക്കാർക്ക് ഏത് സമയത്തും പരിഭ്രമ, ബേജാറാ. പൈസ കൊടുത്ത് അങ്ങനെ എണ്ണി വെക്കുക. പൈസ എണ്ണും നല്ലത്, അതൊക്കെ ഒരു ജാതി കോപ്പറേറ്റിയാണ്. അവർക്ക് ആകെ മസ്ത് അള്ളാഹുമായുള്ള ആ മഹബത്തിന്റെ കള്ളു കുടിച്ച് മസ്താന്മാരായതാണ്. അതും ഇതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. നമുക്ക് ശരീഅത്തിന്റെ ലാഹിർ ആരിലാണുള്ളത്? വകുല്ലു ഖൈരിൻ ബിത്തിബാഇ മൻ സലഫ വകുല്ലു ശർരിൻ ബിത്തിബാഇ മൻ ഖലഫ്. ഏതൊരു ഖൈറായ കാര്യങ്ങളാണെങ്കിലും സാലിഹ്യങ്ങളായ ആളുകൾ ചെയ്ത് കാണിച്ചതായ കാര്യം ചെയ്യുന്നതിലാണ് ഖൈറുള്ളത്. അവരുപേക്ഷിച്ചതായിരിക്കുന്ന കാര്യങ്ങള് നാം പിൻപറ്റുന്നതിൽ യാതൊരു ഖൈറുകളുമില്ല. അപ്പൊ അതൊന്നും ചോദിച്ചിട്ട് നമ്മുടെ കാര്യം ഒഴിവാണ്ട് അയാളല്ല അങ്ങനെ ചെയ്യണത്, ഇയാളല്ല എങ്ങനെ ചെയ്യണത്, നമുക്ക് ഊരിട്ടി റസൂലുള്ളാഹിന്റെ സുന്നത്താണ്.
അവരുടെ ദർജകളും അവരുടേതായ ലക്ഷ്യങ്ങളും ഒന്നും നമുക്കറിയില്ല. അതിന്റെ പുറമെ അവരെല്ലാവരും പല മക്കാമുകളിലുള്ളതാണ്. അവരുടെ മക്കാമിലേക്ക് കടക്കാനോ അത് സംസാരിക്കാനോ പ്രതിവാദിക്കാനുള്ള യോഗ്യതകളും അധികാരങ്ങളൊന്നും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് മഹാനായ അനസ് റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് അത് ജായിസാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കാത്തൊരു കാര്യമാണ് താടി വടിക്കുക എന്നുള്ള സംഗതി. വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ പറയുന്നത് താടി തന്നെയല്ലേ, നിങ്ങൾ സംശയിക്കേണ്ട, താടിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് അനുവദനീയമല്ല. ഇനിയോ എങ്ങനെയായിരുന്നു താടി വെച്ചത് അതുകൂടി ഒന്ന് മനസ്സിലാക്കണമെന്നല്ലേ അല്ലേ. മഹാനായ അനസ് റളിയല്ലാഹു പറയാണ്, മിൻ ഹാഹുന ഇലാ ഹാഹുനാൻ, അതായത് മിനൽ ഉദിനി ഇലൽ ഉദിനി, ഒരു ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെ, അതായത് പകുതി പഠിച്ചിട്ട് ആഫ് താടിയൊക്കെ വളർത്തിയിട്ട് ആളുകളുടെ ഇടയിൽ പരിഷ്കാരത്തിനൊക്കെ വേണ്ടി ചില ആളുകളൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. കുറച്ച് താടിയൊക്കെ വളർത്തിയിട്ട് വലിയ അന്തസ്സായിട്ട് ഇങ്ങനെ നടന്നിട്ട് ആളുകളുടെ ഇടയിൽ ടിപ് ടോപ്പിന് വേണ്ടിയിട്ടും ലോകമാന്യത്തിന് വേണ്ടിയിട്ടും പോക്കിരി തരം കെട്ടാൻ വേണ്ടിയൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഇസ്ലാമികമായ വേഷങ്ങളല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തുമല്ല. ഈ സമയത്തതല്ല. നിങ്ങൾ വിലക്കെടുത്തുകൊണ്ട് വേണമെങ്കിൽ കൊള്ളാം, അതല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു പ്രധാനമായിരിക്കുന്ന ഒരു സുന്നത്താണിത്. അമ്പിയ മുർസലീങ്ങളുടെ സുന്നത്ത് ലോകത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ആരുടെ സുന്നത്താണ്? വീരപ്പൻകുട്ടിയുടെ സുന്നത്താണോ നമുക്ക് ചെയ്യാനുള്ളത്? എത്ര കോടി അപ്പൊ കിട്ടും പറഞ്ഞ്? 5 കോടി. എല്ലാവരും മനസ്സിൽ പടച്ച എന്റെ കയ്യിൽ എങ്ങനെയും ഒന്ന് പെട്ട് കിട്ടിയാലല്ല, പിന്നെ ഞാൻ ഈ ലോകത്തേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. എയർപോർട്ടിൽ പോകുമ്പോൾ ആ വൈക്ക് പോകുമ്പോൾ തന്നെ ഈ ഡ്യൂട്ടി ഫ്രീയിൽ നിന്നൊക്കെ ഒരു കാർഡ് കിട്ടിയിട്ട് 10 റുപ്യ കിട്ടുമ്പോൾ എന്താണ് ആഹ്ലാദം. അതേ സമയത്ത് ഈ പാവപ്പെട്ട വീരപ്പ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഓനെ ദീർഘായുസ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും തോർന്നോളി. ഓനെ പിടിച്ചിട്ട് നിങ്ങൾ 5 കോടി മേടിക്കേണ്ട, ആദ്യം ഇങ്ങോട്ട് തല പോകും. 5 കോടി മേടിച്ചിട്ട് ഇറങ്ങട്ടെ താമസിച്ച് ഇങ്ങോട്ട് തല പോകാൻ. അതുകൊണ്ട് അതൊന്നും ആരും ആശിച്ചുകൊണ്ട് പലരും ആശിച്ചവരുണ്ടാവും. ഞാനും വിചാരിച്ച് കൊടുത്താൽ അതൊക്കെ കിട്ടുകയാണ്. ഞാൻ ഈ ഗണിക്കാൻ വയ്യാതെ ഇതിനൊന്നും വരേണ്ട ആവശ്യം ഉണ്ടാവും. പിന്നെ ചിന്തിച്ചെന്താ, തല ആദ്യം നമ്മുടെ പോകാം. പലരും ആളുകളെയും പോയിട്ടുണ്ട് അങ്ങനെ പിടിച്ചതൊക്കെ കിട്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ മീശയും താടിയൊന്നും നമുക്ക് മാതൃകയല്ല. പിന്നെ ഇബിലീസിന്റെ നമുക്ക് മാറുക. ഇവൻ താടിക്കാരനാണ്. ഫിറഔനോ അള്ളാഹിന്റെ താടി വലിപ്പം കൂടിയിട്ട് ആള് ചെറുതായിരുന്നു. അന്നത്തെ കാലത്തുള്ള 3 മുഴ ആയിരുന്നു അത്രേ വലിപ്പം ഉണ്ടായിരുന്നത്. താടിയാണെങ്കിൽ ഇതിനേക്കാണ് വലിപ്പം കൂടി. ഇപ്പൊ നടക്കുമ്പോ താടി പിടിക്കലില്ല. ഫിറഔൻ വലിയ കാര്യപ്പെട്ട ആളല്ലേ, പടച്ചോനല്ലേ. താടി പഠിക്കില്ല, താടി വെട്ടുകയില്ല. നീളമായ താടി കൂടിയപ്പോ നടന്നപ്പോ കാലിന്റെ മുകളിൽ തട്ടി തടഞ്ഞിട്ട് വീണു എന്ന് കണ്ടപ്പോ വലിയൊരു മിതടി മരം കൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ കൊമ്പുണ്ടാക്കിയിരുന്നില്ലേ, അറിയില്ലേ നിങ്ങൾക്ക്? അത് വലിയ ഉയരത്തിലുണ്ടാക്കി അതിന്റെ മുകളിൽ കെട്ട കരടാച്ചിട്ട് എത്ര നടന്നിരുന്നത്. അപ്പോ താടി അവനുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മാതൃക അതൊന്നുമല്ല. അതെങ്ങനെയായിരുന്നു അതിന്റെ രൂപങ്ങൾ നമുക്കറിയില്ല. നമ്മുടെ മാതൃക മഹാന്മാരായ അംബിയാ മുർസലീങ്ങളുടെ മാതൃകയാണ്. അതിൽ എന്ത് ഹയാ വന്നാൽ എന്താ നമുക്ക്? അതിലൊരു ഹയാ നമുക്ക് ഇജ്ജത്തല്ലേ. ചില ആളുകൾക്ക് സാങ്കേതികമായുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അവരും അതുമായി ബന്ധപ്പെടാന്നല്ലാതെ മസല ചോദിക്കാൻ അങ്ങോട്ട് വരരുത്. ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെയാണ്. ഓഫീസിൽ മുഴുവൻ പെണ്ണുങ്ങളാണ്. താടിക്കാരുടെ ജോലി ഉണ്ടാവില്ല, കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ആരും വരണ്ട. അതൊക്കെ അവരുടെ യുക്തി പോലെ ചെയ്യാം. നമുക്കങ്ങനെ 10 കൊടുക്കാനുള്ള അധികാരങ്ങളില്ല, 10 കൊടുക്കുന്ന ആളില്ല. അതിങ്ങനെ മറിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ പറയാനുള്ള ഈ ഫോട്ടോ കോപ്പിയുടെ അധികാരമല്ലാതെ ഒറിജിനൽ നമ്മുടെ അരികിലില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായിരിക്കുന്ന ഈ സുന്നത്ത് നമ്മൾ ഉൾക്കൊള്ളണം. അതിന് ഒരു പറയാനും പ്രവർത്തിക്കാനും പറ്റിയതായ വേദിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന സാലിഹ്യങ്ങളായ മുഅ്മിനീങ്ങൾക്ക് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. എന്നിട്ട് നല്ല അന്തസ്സോടെ എന്തൊരു ഭംഗിയാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് താടി ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. വലഖദ് കറംനാ ബനീ ആദമ, ലോകത്തെ മുഴുവനും മനുഷ്യലോകത്തെ നാം ആദരിച്ചിരിക്കുകയാണ്. ഇമാം ഖാസിൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, എങ്ങനെയാണ് ഈ ബഹുമാനം? ഈ ബഹുമാനം പുരുഷന്മാരെ ബില്ലുഹാ താടി വളർത്താൻ വേണ്ടി കൽപ്പിച്ചു. അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി നിങ്ങൾ പറ്റേ കളയരുത്, മുടി നിങ്ങൾ വളർത്തിക്കോ എന്നുള്ള മുടി കൊണ്ടും അവരെ ബഹുമാനിച്ചിരിക്കുകയാണെന്ന് മഹാനവറുകൾ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോ പുരുഷന്മാർക്കുള്ളൊരു ബഹുമാനം അതാണ്, അതൊരു അന്തസ്സാണ്. അതിന്റെ പുറമെ നബി തങ്ങൾ പറയാണ്, താടി പറ്റ പഠിച്ചത് സ്വഭാവം ശീലിക്കുന്ന ജീവിതത്തിൽ അത് സ്ത്രീകളോട് തുല്യമാവലാണ്. സ്ത്രീകളോട് തുല്യമായി കഴിഞ്ഞാൽ ഒരുപാട് നാശദോഷങ്ങളൊക്കെ അതിന്റെ പിന്നിൽ വരാനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവരോട് കൽപ്പിച്ചത് അവർ ചെയ്യാ. ഇപ്പൊ പുരുഷന്മാരെന്ത് സ്ത്രീകളെ പോലെ വലിയ മുടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വളർത്തിയിട്ട് അതിങ്ങനെ കാട്ടി നടന്ന എല്ലാവരും പറയും, എന്ത് മനുഷ്യനാണ് ഇയാൾ സ്ത്രീകളുടെ മാതിരി. അതേസമയത്ത് ആരും പറയണില്ല, താടി പഠിച്ച് നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇയാൾ പുരുഷനെ സ്ത്രീകളുടെ മാതിരിയാന്ന് പറയുന്നില്ലല്ലോ. അത് പറയുന്നില്ല. എന്തേ, എല്ലാവർക്കും അതിൽ കുഴപ്പമില്ല. എന്നാൽ ഇസ്ലാമിന്റെയും ശറഈന്റെയും വീക്ഷണം ഇതാകുന്നു. ഇനി
പിന്നെ അത് കറാഹത്താണോ ഹറാമാണോ സുന്നത്താണോ ജായിസാണോ എന്ന് ചില പ്രത്യേകമായ നിയമങ്ങളുണ്ടല്ലോ. പ്രബലമായിരിക്കുന്ന അഭിപ്രായം തെഹ്രീമിന്റെ കറാഹത്താണ്. തെഹ്രീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് കൂട്ടിക്കളയുന്നതായ ദലീലുകൾ ലക്ഷ്യങ്ങൾ അതിൽ വന്നതുകൊണ്ട് അത് ഹറാമാവാനാണ് ധാരാളം. 99% അതിലേക്ക് തൂങ്ങി നിൽക്കുകയാണ്. ഹദീസിന്റെ ലാഹിർ പ്രകാരം ഹറാമാണെന്നതിൽ ഖിലാഫില്ല. ഫിഖ്ഹിന്റെ ലാഹിർ പ്രകാരം അത് ഹറാമിലേക്ക് ചാടാനാണ് അത് സഹായിക്കുന്നത്. എന്നാൽ കറാഹത്ത് എന്ന് പറയുന്നതായ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് പറ്റുകയില്ല. തെഹ്രീമിന്റെ കറാഹത്ത്, തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറയുന്ന 2 കറാഹത്തുകളാണുള്ളത്. ഈ ഒരു ചെയ്യുന്നതായ സ്വഭാവ രീതി അത് തെഹ്രീമിന്റെ കറാഹത്താങ്ങൾ. ആരും പോരുത്, ഞാൻ ഇപ്പൊ നിർത്തുകയാണ്, ആരും എഴുന്നേറ്റ് പോരുത്. ഈ പരിശുദ്ധമായിരിക്കുന്ന കാര്യം അപ്പോ ഇനിയല്ല, ഇനി അവസരോചിതമായി ഇനി നമുക്ക് പറയാൻ അവസരങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാം. അപ്പൊ ഖുർആനിന്റെ വീക്ഷണത്തിലും ഹദീസിന്റെ വീക്ഷണത്തിലും സലഫു സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകളുടെ സ്വഭാവ രീതി പ്രവർത്തനങ്ങൾ മുഴുവനും അതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ വലിയ താടിയൊക്കെ വളർത്തിയ വല്ല പള്ളിക്ക് തന്നെ ഇമാം നിർത്തും, എനിക്ക് അത് പേടിയാ, ഒരു വാർത്തയോ അതാനും കൂടി അറിയില്ല. ഒന്ന് മുറിഞ്ഞാൽ ഒന്ന് മുറിഞ്ഞിക്കണമെന്ന് തന്നെ അറിയില്ല, വലിയ താടി മീശയൊക്കെ വളർത്തിയിട്ട്. അതുകൊണ്ട് ഞാനത് വെക്കണില്ല. താടി മീശയും വളർത്തിയവരെ കുറച്ച് പഠിക്കുമ്പോൾ അത്യാവശ്യം നിസ്കരിക്കാനും ഇമാമിക്കാനും ഒരു ഫാത്തിഹ പഠിക്കണ്ടേ? കാര്യത്തിൽ നിർബന്ധമായ കാര്യമല്ല ഫാത്തിഹ. അത് തെറ്റോടുകൂടെ താടി ഉണ്ടെങ്കിൽ ഫാത്തിഹ തെറ്റു നിൽക്കാൻ സയ്യാവോ? അതെല്ലാവർക്കും അറിഞ്ഞിരിക്കണ്ടല്ലേ? ഫാത്തിഹ തന്നെ അറിയില്ല, നിർബന്ധമുള്ളൂ. ഒരു ഖുർആനിൽ നിന്ന് ഒരു വ്യക്തി പഠിക്കൽ നിർബന്ധമായത് എന്തേ ഉള്ളൂ? ഫാത്തിഹ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളൊന്നും ആൾക്ക് പഠിക്കൽ നിർബന്ധമായ കാര്യമില്ല, അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ആരെങ്കിലും ഇമാമിക്കാൻ പറയുന്നു വിചാരിച്ചിട്ട് റസൂലാണ് സുന്നത്താവുന്നത് താടി ഒഴിവാക്കല. താടി കണ്ടിട്ട് എല്ലാവരും വലിയരാണ് ജതിവിട്ടു പോകും വേണ്ട, അയാൾക്ക് വിശ്വസിക്കാന്ന് പറയണം. മഹാന്മാരായിരിക്കുന്ന സഹാബത്തിന്റെ ഇൽമിൽ നിന്ന് പകുതി നിസ്ഫുൽ ഇൽമില അതിരീന്നായിരുന്നു. നിസ്ഫുൽ ഇൽമി, ഇൽമിന്റെ നേർപകുതി എന്താല അതിരി. എന്ത് ചോദിച്ചാലും പറയില്ല അതിരി, നമുക്കറിയില്ല. നമ്മളാണെങ്കിലോ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളോട് പോയിട്ട് ആരെങ്കിലും അവിടെ എത്തിയാൽ എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ ചിലത് പകുതി അറിയാൻ എനിക്ക് തുടങ്ങിയത് പറയാം. അപ്പൊ നിങ്ങൾ പറയും എനിക്കറിയില്ല, അതങ്ങോട്ട് ഒപ്പിച്ചിട്ട് അവന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കും. മൂപ്പര് കേട്ടിട്ട് ചില അന്ന് മോശമല്ലേ, ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് ഒന്നിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏർപ്പല്ലേ. ഞാൻ വലിയ ക്ലാസ് എടുക്കുന്ന ആളാ, എന്നോട് ചോദിച്ചാൽ ഞാനും തന്നെ പറയാം എങ്ങനെയും ഒപ്പിച്ചല്ലേ മോശമല്ലേ. ആൾക്കാർ ഇയാൾ ക്ലാസ്സിലൊക്കെ എടുക്കുന്ന ആളാ, എന്താ ഒന്നിച്ചില്ലായിരിക്കാൻ. അപ്പൊ അവർക്ക് തോന്നണ്ട എന്ന നിലക്ക് മഹാന്മാരായ സ്വഹാബികളുടെ മറുപടി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് ആളുകളോട് ചോദിച്ചു, ആൾക്കാരെ എന്താ ചോദിച്ചോളൂ എന്നോട്. അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിച്ചു, അവസാനം ചോദിച്ചിട്ട് മൂപ്പരെന്ത് ചെയ്തു? 36 ചോദ്യങ്ങൾ ചോദിച്ചിൽ നിന്ന് ഏകദേശം ഒരു 30ഓളം ചോദ്യത്തിനൊക്കെ പറയില്ല എനിക്കറിയില്ല. മുഫ്തി മറുപടി കയറിയ ആളാ. ആരാത്? ആന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ. ഞാൻ ഇൽമിന്റെ നാടാണെങ്കിൽ എന്റെ നാടാകുന്ന ഈ ചുറ്റു വളച്ചു കെട്ടപ്പെട്ടതായിരിക്കുന്ന മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള മെയിനായ ഗേറ്റ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. തങ്ങൾ പറയും എനിക്കറിയില്ല. അപ്പൊ ഒരു ചൂട എഴുന്നേറ്റും ചോദിച്ചു, അല്ല മൂപ്പരെ ആരെങ്ങളോട് ഇതിന്റെ പേര് കയറാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വലിയ ആളായിരുന്നു ഇതിന്റെ മുകളിൽ കയറി. അറിയില്ല പറയില്ല. മൂപ്പര് പറഞ്ഞു ഈ ചോദിക്കുന്നത് മറുപടി പറയാനെല്ലാം കയറി, എനിക്ക് അറിയുന്നത് പറയാനാ ഞാൻ കയറിയത്, അതുകൊണ്ട് ഇനി ചോദിച്ചു പറഞ്ഞു. അവസാനം 4 തിന്നിട്ട് മറുപടി പറഞ്ഞു. ഇതാണ് അവസ്ഥ, സഹാബികളുടേതായിരിക്കുന്ന അവസ്ഥ ഇതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയതുപോലെ താടി വെച്ച് എന്നതുകൊണ്ടിട്ട് നമുക്ക് എല്ലാം അറിഞ്ഞിരുന്നോളുന്നില്ല. താടിയൊന്നും അതിന്റെ മാനദണ്ഡവുമല്ല. അതൊക്കെ ഒരു മുസ്ലിമിന്റെ ശിയാർ. എന്നാൽ വളരെ ഓവറായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, വലിയൊരു താടി വളർത്തിയിട്ട് ആകെ കോലക്കടാൻ പറ്റുമോ? അതത്ര ഗുണം പോരാ. അത് എത്ര വേണമെന്ന്, അത് ഏകദേശം ഒരു കൈകൊണ്ടിനെ പിടിച്ചാൽ അതിന്റെ ഉള്ളിലൊതുങ്ങിൽ അയാൾ ഒരു മിതമായി വലിയൊരു താടിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു, നേരത്തെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പറയും പോലെ ഒരു നിഫറത്ത് അതുണ്ടാവരുത്. അവിടെ കൂടെ ഒക്കെ തെറിച്ച് തൂങ്ങി നിൽക്കുന്ന ആ തശവ്വുഹുകൾ, ആ കോലക്കടാകുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒരു നല്ല രൂപത്തിലാക്കി തീർക്കുന്ന ഒരു താടി വളർത്തുന്ന സ്വഭാവങ്ങൾ ഉണ്ടായാൽ വളരെ നല്ലൊരു കാര്യമാണ്. റസൂലുള്ളാഹിന്റെയും സഹാബികളുടെയും അമ്പിയാക്കളുടെ സുന്നത്താ. 5 പറഞ്ഞില്ലേ? ഏതൊക്കെ? ഒന്ന് പറയുമ്പോൾ ലേശം വിഷമുണ്ടാവുന്നല്ലേ ഉള്ളൂ, എന്നാലും പറയും, ഒന്ന് വിശ്വാസം ചെയ്യാം. മീശ പറ്റ വെട്ടരുത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞില്ല. അതിന് വെട്ടാന്ന് പറഞ്ഞാൽ പറ്റ വെട്ടി കട്ടി കുറക്കലാകുന്നു എന്ന് വ്യാഖ്യാനം. അതാണ് ഈ ഹനഫി മദ്ഹബാണല്ലോ, അത് അവർ അങ്ങനെ വെട്ടല്. നമുക്ക് അങ്ങനെ എല്ലാ മീശയുടെ ചുണ്ടിന്റെ ഒപ്പ് കാണുന്നവരേക്ക് വെട്ടുക. ഇന്ന് വെട്ടാത്ത ആള് നാളെ പോയി വെട്ടിക്കോളി, നിങ്ങളുടെ ഗുണത്തിന് വേണമെങ്കിൽ ചെയ്തോളി. പിന്നെ താടി വളർത്തുക, താടിയുള്ള ആളെന്നല്ലേ പറഞ്ഞത്? അല്ലാഹ്. പിന്നെ പറയും വായിൽ വെള്ളം കുപ്പിളിക്കുക 5 സുന്നത്ത്. ഇനി ശരീരത്തിന്റെ ഇവിടുന്ന് കീപ്പോട്ട് ഇറങ്ങിയതായ 5 സുന്നത്തുകൾ. അതൊന്ന് നേരത്തെ പറഞ്ഞ കക്ഷത്തെ രോമങ്ങൾ പറിച്ചു നീക്കുകയോ വടിച്ചു നീക്കുകയോ ചെയ്യുക. അത് ഏറ്റവും ചുരുങ്ങിയ 40 ദിവസത്തിനേക്കാണ് കൂടുതൽ ബന്ധിക്കൽ ഒരു ജീവിതത്തിന്റെ ഒരു മേഖലകളിലും മുസ്ലിമീങ്ങൾക്ക് നല്ലതല്ല. അതേ സമയത്ത് ഇഹ്റാമിന്റെ മുമ്പെയായി പ്രത്യേകമായ സുന്നത്താകുന്നു. പിന്നെ കക്ഷത്തെ രോമം നീക്കുക. അതുപോലെ കൈയിന്റെ നഖങ്ങൾ മുറിക്കുക. കൈയിന്റെ മുകളിൽ നഖം വളർന്നു വരുമ്പോൾ അത് എല്ലാ ആഴ്ചയിലും ഒരു വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞ സമയം മുതൽക്ക് വെള്ളിയാഴ്ച മഗ്‌രിബ് വരേക്കും അതിന്റെ സമയമാണ് പ്രധാനപ്പെട്ട സമയം. അത് ജുമാക്ക് പോകുന്നതിന്റെ മുമ്പേ നഖം മുറിക്കുക. 10 വിരലുണ്ടെങ്കിൽ 10 വിരലിന് നഖം മുറിക്കുക. ചില ചെറുപ്പക്കാരൊക്കെ ഇതിന്റെ മുകളിൽ ഒരു നഖങ്ങനെ
നീട്ടി വെച്ചിട്ട് അവർ പറയണത് ചില ഓഫീസിലൊക്കെ ജോലി ഉണ്ടാകുമ്പോൾ ചില കടലാസിൻ്റെ മൂലൊക്കെ ശരിക്കും മടക്കി വെക്കാനോ, അതുപോലെ ടൈലർമാരൊക്കെ ആണെങ്കിൽ ചില തുന്നപ്പണിൻ്റെ സമയത്തൊക്കെ ചില ആയുധങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ. ഞാൻ 1-2 ചെറുപ്പക്കാരോട് മുമ്പ് ചോദിക്കണ്ട, എന്തിനാ മോനെ ഇതിങ്ങനെ ആളുടെ മെത്തൊക്കെ തട്ടി മുറിയാവില്ലേ? അവർ ചിലപ്പോൾ അത് ഉദ്ദേശം ഉണ്ടാവും, ആരെയും കുട്ടികളെ വേദനാക്കാനോ കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ. അത് സുന്നത്തിൽപ്പെട്ടതല്ല, അത് തശവ്വുഹാണ്. ഒരു കോലം വടക്കാക്കുക. ഇസ്ലാം നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു കോലുണ്ടല്ലോ, ഒരു ഭംഗിയായിരിക്കുന്ന വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വളരെ സുന്ദരമായ രൂപത്തിൽ ഞാൻ അവരെ പടച്ചു. അവരുടെ പടപ്പത്തരം അവർ നാശാക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഉണർത്തുന്നത്. കൊണ്ട് അതൊരു കോലക്കെടാണ്, അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നഖം മുറിക്കുക. അപ്പൊ 2 സുന്നത്ത്. സമയം പോകാതിരിക്കാൻ അവയം പറയുന്നത് കക്ഷത്തരോമം നീക്കുക, നഖം മുറിക്കുക. അതുപോലെ മാർഗം കഴിക്കുക. മാർക്കായാലും വേണ്ട, മാർഗമായാലും വേണ്ടില്ല, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. സുന്നത്ത് കല്യാണം, സുന്നത്ത് കഴിക്കുക. സുന്നത്ത് കഴിക്കുക എന്നുള്ള കാര്യം അത് നിർബന്ധമായ ഒരു അമലാണ്. പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പ് കഴിക്കുന്നതിനേക്കാണ് സുന്നത്ത്. പ്രായപൂർത്തിയാകുന്നത് വരെ അത് കഴിച്ചില്ല, രക്ഷിതാക്കളും വേണ്ടപ്പെട്ടവരും കഴിച്ചില്ലെങ്കിൽ പ്രായം തികഞ്ഞാൽ അതിന്റെ ഉടമക്ക് അത് കഴിക്കൽ നിർബന്ധമാകുന്നു. അതല്ലെങ്കിൽ സുന്നത്തിന്റെ മാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാവുന്ന സുന്നത്ത്. ഏതായാലും അത് കഴിക്കുക എന്നുള്ളത് മാർക്കം കഴിക്കൽ നിർബന്ധമാണ്. അതായത് അവന്റെ ഹഷ്ഫ എന്ന് പറയപ്പെടുന്ന മാംസം മൂടി നിൽക്കുന്നതായിരിക്കുന്ന തൊലികൾ മുറിച്ചിട്ട് ആ മാംസകഷ്ണം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ അതിനെ മുറിച്ചു നീക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് നിർബന്ധമായ കാര്യമാകുന്നു. അത് കഴിക്കുന്നതിന് മുമ്പ് മരിച്ചതായിരിക്കുന്ന ആളാണെങ്കിൽ അവനെ തയമ്മം ചെയ്ത് വേണം ആ സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നതിന് പ്രയാസം നേരിടുകയാണെങ്കിൽ അത്ര ഗൗരവമുള്ളതായ ഒരു കാര്യമാണ്. ആദ്യമായി ലോകത്ത് മാർക്കം കഴിച്ച് അതിനെ ഇവിടെ പരസ്യപ്പെടുത്തിയത്, പ്രസിദ്ധമാക്കിയത് അംബിയാ മുർസലീങ്ങളൊക്കെ അധികവും മാർക്കം പ്രസവിക്കപ്പെട്ടതായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മാർക്കത്തോല് മുഴുവനും, അതായത് മാംസകഷ്ണം മുഴുവനും പുറത്തു വരാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, ഇബ്രാഹിം നബി ഞങ്ങൾ മാർക്കം കഴിക്കണമെന്ന്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഇദ്ബതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല മിൻ ദുരിയതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിനെ അള്ളാഹു പരീക്ഷിച്ചു. അതെന്നെ ഞാൻ ഈ പറഞ്ഞ 5ഉം 10ഒക്കെ പറയാൻ പോകുന്ന മുഴുവൻ അതിൽപ്പെട്ടതാ. അള്ളാഹുവിന്റെ പരീക്ഷണം ബി കലിമാത്ത്, ഒരുപാട് നിലക്കുള്ള കൽപ്പനകളെ കൊണ്ട്, വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു. എന്നിട്ടോ ഫതമ്മഹുന്ന, അത് മുഴുവനും പൂർണ്ണമാക്കി, ഒന്നും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അള്ളാഹ് പറയുന്നതനുസരിച്ച് എല്ലാം അങ്ങോട്ട് ചെയ്തു. അപ്പോ അള്ളാഹു തന്നെ പറഞ്ഞു, അങ്ങനെ എന്നാൽ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങൾ എല്ലാം കൊണ്ട് വലിയ ഉഷാറാണല്ലോ, എന്ത് പറഞ്ഞാലും നിങ്ങൾ പൂർണ്ണമായ 100% നിങ്ങൾക്ക് വിജയം കാണുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാ ആളുകൾക്കും ഒരു പിന്തുടരപ്പെടാൻ പറ്റിയതായിരിക്കുന്ന ഒരു നേതൃത്വത്തിന് പറ്റിയതായ ഒരു ഇമാമായി നിങ്ങൾ നിശ്ചയിച്ചു. ഇമാം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് മുന്നിൽ നേതൃത്വം കൊടുക്കുന്ന ആള്. നമ്മൾ ഇമാം പറഞ്ഞാൽ നമ്മുടെ പള്ളിക്കല ഇമാം എന്ന അതല്ല, അതും ആവാം. അത് ഉൾപ്പെടെയുള്ള ഒരു വിഷയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു അമീർ, അയാൾ ഇമാമ. അള്ളാഹ് പറയുന്നു ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിങ്ങളെ ഞാൻ ഇമാമാക്കി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പഠിച്ചോനെ ഞാൻ എന്നും ഇവിടെ ഇമാമക്കാൻ ഇവിടെ ഉണ്ടാവോ, ഞാൻ മരിച്ചു പോയില്ലേ? ഖാല മിൻ ദുരിയത്തി, എന്റെ മക്കളിൽ ഒരു സംഘം ആളുകളെ ഇമാമാക്കണം അള്ളാഹു പറഞ്ഞു, കുഴപ്പമില്ല, പോലെ എല്ലാ മക്കളെയും ഇമാമാക്കാൻ പറ്റുകയില്ല. ഇമാമത്തിന്റെ പോസ്റ്റ് വലിയ ഗൗരവമുള്ള പോസ്റ്റാണ്, ചെറിയൊന്നുമല്ല. ഇമാമ് നിൽക്കുന്ന ആൾ എന്താവണം? ആ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് ഇമാമത്തിന് പറ്റണമെങ്കിൽ അയാൾ പൂർണ്ണമായി കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന ആളാവണം. അല്ലെങ്കിൽ നാട്ട വളഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കായി വളഞ്ഞു പോകും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങളെ പറ്റിയ ആളാണ്. മക്കളുടെ കാര്യോ അള്ളാഹു പറയുന്ന പോലെ നിങ്ങളുടെ മക്കളിൽ പലരുമുണ്ട്, ഇമാമത്തിന് പറ്റിയവരും പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ആ പരീക്ഷണത്തിൽപ്പെട്ട ഒരു മാർക്കം കഴിക്കണമെന്ന് കൽപ്പന കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ വന്നാൽ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞ അസ്ലിം, നിങ്ങൾ പൂർണ്ണമായി വഴിപ്പെടണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എന്റെ രക്ഷിതാവായ അള്ളാഹുവിന് പൂർണ്ണമായി വഴിപ്പെട്ടിരിക്കുന്നു, യാതൊരു താമസവുമില്ല. മാർക്കം കഴിക്കണമെന്ന് വെച്ചപ്പോ അത് മുറിക്കാതെ മുറിച്ച് വലിച്ചിടാന്നുള്ള കഴയിൽ വേഗത്തിൽ ഒരു കോടാലി താൻ വളർന്ന് വിറക് വെട്ടാൻ കൊണ്ടുപോകുന്ന ചെറിയൊരു കോടാലി എടുത്തിട്ട് മൂപ്പരിതൊക്കെ എന്തിനൊക്കെ മാടി കയറ്റിയിട്ട് ഇതൊക്കെ മുറിക്കാനുള്ള ശ്രമമാണ്. സ്വന്തമായ സാമാനം മുറിക്കാനുള്ള പരിപാടിയായപ്പോൾ അള്ളാഹ്ക്ക് മനസ്സിലായി ഇത് സംഗതിയാകെ പിഴച്ചുപോയി. ലോകത്തിന് പഠിക്കാനുള്ളതാണ്. മൂപ്പരെന്നെ മുറിക്കാൻ തുടങ്ങി എവിടെയെങ്കിലുമൊക്കെ മുറിച്ചു പോകും. എവിടെ മുറിക്കണമെന്ന് ചോദിക്കാൻ സമയമില്ല. അള്ളാഹ്ക്ക് വഴിപ്പെടണ്ടേ? അള്ളാഹ് വഴിപ്പെടാൻ പറഞ്ഞത് മുറിക്കാനാ പറഞ്ഞത്. എവിടെയാണ് മൂപ്പര് മുറിക്കാന്ന് ചോദിച്ചാൽ അത് സമയം പോയി പോകും, വഴിപ്പെടാനുള്ള സമയം അതാ വിവരമായി പോകും. അതുകൊണ്ട് മുറിച്ചേ പറ്റുകയുള്ളൂ. മുറിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും റഹ്മാനായ തമ്പുരാൻ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അതിന്റെ സാമഗ്രികളുമായി എത്ര പെട്ടെന്നെത്തി. മലക്ക് കൽബർക്ക് അസ്റാമിന്താലിക്ക്, മിന്നിനേക്കാൾ ശക്തിയല്ലേ, എത്ര പെട്ടെന്ന് എത്തിയല്ലോ. സ്വിച്ചിട്ടാ പോരെ. അമേരിക്കയിലെ വേറെ എവിടെ അട്ട നടത്തിയ മനുഷ്യ പ്രവർത്തനങ്ങൾ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവർത്തനം അതിനേക്കാൾ ശക്തിയല്ലേ. എത്തി അടങ്ങിയിരിക്കുക. ഒക്കെ ഞാൻ പരിപാടി കാണിച്ചു തരാം.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മാർക്കം കഴിക്കാൻ വസായിക്കൊണ്ട് ഡോക്ടറായി നേതൃത്വം കൊടുത്തു. മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന മലക്ക് മുറിച്ച് കാണിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഇതാണ് അവ്വല മനിഖ്തനാ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആദ്യമായി ലോകത്ത് മാർക്കം കഴിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. അതുകൊണ്ട് അമ്പിയാക്കളുടേതായിരിക്കുന്ന സുന്നത്താണ്. അതായത് അത് ഈ കാര്യം ചെയ്യൽ നിർബന്ധമായിട്ട് ചെയ്തോളണം. 15 വയസ്സ് വരെ പ്രായപൂർത്തിയാവുന്ന വരെ സുന്നത്താണെങ്കിൽ അത് കഴിഞ്ഞാൽ അത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇത് പറ്റുകയില്ല, വഹിക്കാൻ പറ്റിയതായ ഒരു സംഗതിയുമല്ല, മുസ്ലിമാവുകയില്ല. ഇതാണ് ഒരു സുന്നത്ത്. സ്ത്രീകൾക്കും മാർക്കം കഴിക്കൽ സുന്നത്താണ്. കേൾക്കാത്ത സ്ത്രീകൾക്ക് അള്ളാഹ് ഇതും കൂടെ കേൾക്കണ്ടുള്ളൂ. കേൾക്കാത്ത പെണ്ണുങ്ങളും ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാരുടേതായിരിക്കുന്ന സുന്നത്ത് കല്യാണം ഏലാൻ ചെയ്യൽ സുന്നത്താണ്. അതായത് പരസ്യമാക്കുക, ഒരു കല്യാണം ആക്കുക, ഒരു ആഘോഷമാക്കി തീർക്കുക, സദ്യവട്ടങ്ങൾ ഉണ്ടാക്കുക, ആളുകളുടെ കുടുംബത്തിലൊക്കെ പറയുക, അത് പാട്ടും അതുപോലെ ദബ്ബുമുട്ടുകളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് കഴിക്കുക, അത് സുന്നത്താണ്, ഏലാൻ ചെയ്യുക. അതേ സമയത്ത് സ്ത്രീകളുടേതാക്കുക, അതിന് ഏലാൻ ചെയ്യാൻ പാടില്ല. ഇസ്റാറാണ്, സിറായിട്ട് രഹസ്യമായിട്ട് കഴിച്ചു കൊടുക്കണം. അതാരും അറിയരുത്. കഴിക്കുന്ന പെണ്ണുകളുടെ വളരെ നല്ലതാണ്. അവളുടെ ആ കുടുംബജീവിതത്തിൽ നന്നാവാൻ വേണ്ടി വളരെയധികം സുഖകരമാകുന്ന ഒരു പ്രവൃത്തിയും കൂടിയാവുന്നു. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് നിർബന്ധമില്ല. പ്രായപൂർത്തിയാലും നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അവർക്കത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാകുന്നു. ഇതെല്ലാം അംബിയാ മുർസലീങ്ങളുടെ പ്രധാനമായിരിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഇനി അതിന്റെ ശേഷമായി മറ്റുള്ള സുന്നത്തുകൾ 2 കാലിന്റെ നഖം മുറിക്കുക. ഇപ്പൊ എത്രണ്ണായി? കക്ഷത്രോമം നീക്കുക, കൈന്റെ നഖം മുറിക്കുക, ഗുഹ്യരോമം നീക്കുക, മാർക്കം കടിക്കുക, പിന്നെ കാലിന്റെ നഖം മുറിക്കുക. ഇങ്ങനെ 10 സുന്നത്തുകളാണ് അംബിയാ മുർസലീങ്ങളുടെ സുന്നത്തുകൾ. ഇതെല്ലാം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന ആളുകള് പ്രത്യേകമായി പരിഗണിക്കല് സുന്നത്താകുന്നു എന്ന് മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു തആല തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ആവേശത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിപ്പോ ഓർമ്മയില്ല, പറയാൻ ഓർമ്മയില്ല. ലാതിരിന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇനി അതിരിയാകണില്ല, എനിക്ക് ഓർമ്മയില്ല ഏത് കാലക്കാരനാണെന്ന്. ഏതോ ഒരു നബിയുടെ കാലക്കാരനാകുമ്പോൾ ഒരു നബിയാണെന്ന് അഭിപ്രായം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കിയാൽ കിട്ടും. പറഞ്ഞു തന്നിട്ടാ. ആരാ മുജരാ ചോദിക്കുന്നത്? നാടന്മാരാണ്. അള്ളാഹു വല മുജരാണെങ്കിൽ അവർ നോക്കട്ടെ, നാടന്മാരാണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. മനസ്സിലായി? കേൾക്കണില്ല? തലമറക്കൽ നിർബന്ധമില്ല, തലമറക്കൽ സുന്നത്താണ്. തോളും തലയും മറക്കാൻ രണ്ടിനും കൂടി തികയില്ലെങ്കിൽ ചുമല് മറക്കലാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തിക്ക് പെരടിയിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് മൂടുക. തല മറച്ചാൽ പിന്നെ ഇവിടെ മറക്കാണ്ടാവുക, ഇല്ലെങ്കിൽ പെരടിയിൽ കൂടെ എന്ത് ചെയ്യുക, ഒരു സാധനം നിങ്ങളുടെ അതാണ് അതിനെയാണ് മുന്തിക്കേണ്ടത്. ഷാറാണ് ഇമാമത്ത് എന്നുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ മാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദു. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞുവന്നുമെല്ലാം സാലിഹാമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തുവരുമാറാവട്ടെ. ലാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളെ അള്ളാഹു തല ശിഫിയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹളായ പതിലുകൊണ്ട് നമ്മയും അഹ്ലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട പ്രാഥമിക മര്യാദകളെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇനി മേൽപ്പറയപ്പെട്ട സുന്നത്തുകളെല്ലാം നിർവഹിച്ചതിൻ്റെ ശേഷമായി ശരിക്ക് ശരീരത്തിൽ അഴുക്കുകളൊക്കെ പോകുന്ന വിധത്തിൽ താളി, സോപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തി കുളിച്ച് ശുദ്ധിയായി ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുക, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. യതജറദു അനിൽ മൽബൂസില്ലദീ യഹ്റമു അലൽ മുഹരിമി ലബ്സുഹു വയൽബുസു ഇസാറൻ വരിദാൻ. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച വ്യക്തിക്ക് എന്തെല്ലാം ഡ്രസ്സുകളാണ് ധരിക്കൽ ഹറാമ്, അത് മുഴുവനും ഉപേക്ഷിക്കുകയും ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം ഉപയോഗിക്കുക. ഇത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പെയായി ഇങ്ങനെ ചെയ്തിരിക്കുക. പുരുഷനാണെങ്കിൽ എന്തെല്ലാം വസ്ത്രങ്ങളാണ് അവന് നിഷിദ്ധമായത്
അത് പറയാൻ പോകുന്നു. അതിനെ ഉപേക്ഷിക്കുക. സ്ത്രീയാണെങ്കിൽ ഏത് ക്രമത്തിലാണ് അവൾ വസ്ത്രം ധരിക്കേണ്ടത് അതും ശ്രദ്ധിക്കുക. പുരുഷനാണെങ്കിൽ വയൽബസു, അവൻ ധരിക്കണം ഇസാറൻ വരിദാൻ, ഒരു ഉടുമുണ്ട് ഒരു മേൽമുണ്ട്. ഗൈറ മഹീത്തൈനി, അത് രണ്ടും തുന്നപ്പെടാത്തതായ സ്ഥിതിയിലുള്ള ഉടുമുണ്ടും മേൽമുണ്ടും ധരിക്കുക. ഏറ്റവും നല്ല വസ്ത്രം അത് വെള്ളയാവുക, വെളുത്ത വസ്ത്രമാവൽ ഏറ്റവും നല്ലതാകുന്നു. വെള്ളമല്ലാത്ത മറ്റു കളറുള്ള അല്ലെങ്കിൽ കള്ളിയുള്ള പുള്ളിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഇഹ്റാം ചെയ്താലും ഇഹ്റാം സഹീഹാണ്, പക്ഷേ വെളുത്ത വസ്ത്രമാണ് ഏറ്റവും നല്ലത്. വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തുകൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറയും. മരണാനന്തരമായി കഫൻ ചെയ്യുമ്പോഴും വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത്. അഫ്ളലു സിയാബി അൽ ബയാദ്, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് ഇഹ്റാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ അത് പുതിയതാവുക, പുതിയ വസ്ത്രമാവുക, കഴുകാതിരിക്കുക. സാധാരണ ചില ആളുകൾ പുതിയ വസ്ത്രം ധരിച്ചാൽ കഴുകിയിട്ടേ ഉപയോഗിക്കുള്ളൂ. അത് നല്ലതിന്റെ മാറ്റമാണ്. കറാഹത്തും മറാമൊന്നും ഇല്ലെങ്കിലും അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. നജസൊക്കെ ആവാനുള്ള ബോധ്യമായ സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നജീസാണ്. ഞങ്ങൾ വാങ്ങിയ ആ കടയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ തുണി അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങൾ നജീസാണ് എന്നുള്ള അതിലേക്ക് ബോധ്യമായ സാധ്യതകളുണ്ടെങ്കിൽ, അതല്ല സംശയങ്ങളാണ്, അതൊക്കെ ആരൊക്കെയാണ് അതിനെ ഉണ്ടാക്കുന്നതിന്റെ മുമ്പെയായി ഉപയോഗപ്പെടുത്തിയത്, അതിന്റെ നൂല് എവിടെ നിന്നുണ്ടാക്കി, അത് എവിടെ വെച്ച് നെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സാധനവും കഴിക്കാൻ കഴിയില്ല. ഒരുപാട് സാധ്യതകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. ഭക്ഷണ സാധനങ്ങൾ തന്നെ പഞ്ചസാര, ശർക്കര, അതുപോലെ എന്തെല്ലാം സാധനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അത് ഒരു വസ്വാസിൽപ്പെട്ടതാകുന്നു. അത് സംശയങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ട് അത് നല്ലതിന് മാറ്റമാകാനാണ് സാധ്യത. അപ്പോൾ ഒരു പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ കഴുകേണ്ടതൊന്നുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, പുതിയ വസ്ത്രം എടുക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ കഴുകണമെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കഴുകേണ്ടതില്ല എന്നർത്ഥം. കഴുകി എന്ന് വെച്ചാൽ അത് ഹറാമാണോ കറാഹത്താണോ എന്ന കുറ്റമൊന്നുമില്ല, എങ്കിലും അത് കഴുകേണ്ടതൊന്നുമില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, കോടി ഉടുത്ത് കുളത്തിൽ പോയാൽ അതിന്റെ പുതുക്കം നഷ്ടപ്പെട്ടു പോയി, പഴയതായി എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ വസ്ത്രം എന്നുള്ള അതാണ് പോയി. അപ്പോ കഴിയുന്നതും അത് കഴുകാതിരിക്കലാണ്, നജസൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നല്ലത്. അതോടുകൂടെ അവൻ എന്ത് ചെയ്യുക, കാലിൽ ഷൂ അല്ലാത്ത, കാല് മൂടാത്തതായിരിക്കുന്ന ചെരുപ്പുകൾ, പാദരക്ഷകൾ ധരിക്കുക, ഷോക്സ് ധരിക്കാതിരിക്കുക. അതൊക്കെ പുരുഷന്മാർക്ക് ബാധിക്കുന്ന വിഷയമാണ്. അത് പുതിയതാവുക, ഒരു പുതിയ ചെരുപ്പും ആവുക എന്നുള്ളത് ഇതിന്റെ ഒരു മര്യാദകളിൽപ്പെട്ടതാണ്, സുന്നത്തായ ഒരു കാര്യമാകുന്നു. പിന്നെ ചെരുപ്പും തന്നെ വെള്ള ചെരുപ്പാണ്. ഇപ്പോ ഹറമിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഉള്ള ബിസിനസ് കച്ചവട കടകളിലും അതുപോലെ ഇഹ്റാം ചെയ്യുന്ന ആ പള്ളിന്റെ പരിസരത്തുള്ളതായ കടകളിലൊക്കെ ധാരാളം കെട്ടുകണക്കായിരിക്കുന്ന വെള്ള ചെരുപ്പുകൾ ഇരിക്കുന്നത് കാണുന്നുണ്ട് കുറച്ചു കാലങ്ങളായിട്ട്. ഇതിനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന, സാധാരണയിൽ അത് ഉപയോഗിക്കാൻ വെള്ള ചെരുപ്പ് അത്ര നല്ലതല്ല. അതേ സമയത്ത് വെറും മൊത്തം കറുത്ത കളറുള്ളതായിരിക്കുന്ന ചെരുപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. അത് ഇഹ്റാമിലാവട്ടെ അല്ലാത്ത സമയത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പോ കുളിച്ച് ഡ്രസ്സുകൾ, ഇഹ്റാമിന്റെ ഡ്രസ്സുകൾ മാറി, സ്ത്രീകളെ കാര്യപ്പെടുത്ത് പറയും. പിന്നെ അതിന്റെ ആ രൂപത്തിലുള്ളതായിരിക്കുന്ന ഡ്രസ്സുകളും ചെരുപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തിയതിന്റെ ശേഷമായി സുമ്മ യതതയ്യബു, പിന്നെ അല്പം സുഗന്ധം ഉപയോഗിക്കുക. ആ സുഗന്ധം ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ ഭാഗങ്ങളിലാവലാണ് നല്ലത്. ശരീരത്തിൽ ഉപയോഗിക്കുക. അതും തന്നെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാത്തതായിരിക്കുന്ന, അതായത് കളറ് അതേപോലെ തന്നെ സ്ഥിരമായി നിൽക്കാത്ത സുഗന്ധ സാധനങ്ങളാവുക. സാധാരണ നമ്മൾ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്, അതല്ല. സ്പ്രേ എന്നുള്ളത് അത് ഒരു ഗ്യാസ്, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് കൊണ്ട് അതിൽ ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ആൾക്കോൾ എന്തോ സംഭവിക്കുന്നത് കൊണ്ട് അത് നജസാണെന്ന് ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതല്ല. ഇബാദത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ അത് എത്രയും ഉപേക്ഷിക്കലാണ് അവർക്ക് നല്ലത്. സുഗന്ധമാണ് നമുക്ക് വേണ്ടത്. അതേ സമയത്ത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അതൊരു സുഗന്ധമായി തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ സാക്ഷാൽ അതിന്റെ ആ വാസന അത് സുഗന്ധമല്ല. അത് ആസ്വദിക്കേണ്ട ആളുകൾക്ക് സുഗന്ധമല്ല. അവന് മാത്രം ആസ്വദിച്ചാൽ പോരല്ലോ ഈ വാസന. അവന്റെ ശരീരവുമായി ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന മലായിക്കത്തുകൾക്ക് ആസ്വദിക്കണം. അപ്പൊ അവരും കൂടി തൃപ്തിപ്പെടണ്ടേ? ഒരു മനുഷ്യനെ മലക്ക് പിരിഞ്ഞതായ സമയങ്ങളില്ല. അവൻ ബാത്റൂമിൽ പോകുമ്പോഴും മലക്കുകൾ ഉണ്ടാകുന്നു. ഏറ്റവും മോശമായ ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ഉണ്ടാകുന്നു. റഖീബ് അത്തീദ് എന്ന് പറയുന്ന 2 മലക്കുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ പരിചയപ്പെടുത്തിയതായ മലായിക്കത്തുകളാണ്. അവർക്കും വേണം വാസന.
ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. രണ്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രണ്ട് മലക്കുകളുണ്ട്. അവന്റെ വലഭാഗത്തുണ്ട്, ഇടഭാഗത്തുണ്ട്. വലഭാഗത്തുള്ളതായിരിക്കുന്ന മലക്ക് റഖീബും ഇടഭാഗത്ത് അതീദുമാണ്. അത് ആകെ ഒരു പേരുള്ള ഒരു മലക്ക് മാത്രമല്ല എന്ന്. വലഭാഗത്ത് ഏതൊരാളുടെ വലഭാഗത്തുള്ള മലക്കിന്റെ പേരും റഖീബാണ്. അതല്ലെങ്കിൽ ആകെ ഒരു മലക്ക് ഈ കണ്ട ജനങ്ങളുടെ മുഴുവനും വലഭാഗത്ത് ഇടഭാഗത്ത് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ. വലഭാഗത്തിരിക്കുന്ന റഖീബും ഇടഭാഗത്തിരിക്കുന്ന അതീദും. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ എന്താണ് അവനിൽ നിന്ന് വായിൽ നിന്നോ പ്രവർത്തനത്തിൽ നിന്നോ സംഭവിക്കുന്നത്? ലഫ്ള് എന്ന് പറയുന്നത് മൊഴിയുക എന്നാണ്. അധികവും നാവ് കൊണ്ടാണല്ലോ ഉണ്ടാവല്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രവർത്തനങ്ങളും എഴുതുകയാണ്. എല്ലാം എഴുതി ഏത് സമയത്തും വിട്ടുവരുന്നില്ല. അപ്പൊ കക്കൂസിൽ പോകുമ്പോഴും ആ മലായിക്കത്തുകൾ അവനെ പിന്തുടരുകയാണ്. ഏറ്റവും മോശപ്പെട്ടതായിരിക്കുന്ന ബൈത്തുൽ ഖലാ ബൈത്തു ഷൈത്താനാ. ബൈത്തുൽ ഖലാ ബൈത്തു ഷൈത്താനാണ്. ഷൈത്താന്റെ വീടാണ് ഈ ഖലാ എന്ന് പറയപ്പെടുന്ന ബാത്റൂമുകൾ, മലമൂത്ര വിസർജനത്തിന്റെ സ്ഥലം. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഇരിക്കരുത്. വല്ലാ യുതവ്വില ഖുഊദഹു, അവിടെയുള്ള ഖുഊദ് നീട്ടിക്കൊണ്ടുപോകരുത്. എത്രയും പെട്ടെന്ന് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അതിൽ പിരിഞ്ഞു പോരണം എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ നല്ല നല്ല സമയങ്ങളൊക്കെ ഈ പിശാചിന്റെ വീടുകളിലായി നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ മലായിക്കത്തുകൾക്കും വേണം നമ്മുടെ ശരീരത്തിൽ പൂശുന്ന അത്തറിന്റെ വാസനകൾ നല്ല സുഗന്ധ വാസന ആവണം. ഞാൻ പറഞ്ഞു വരുന്നത് ആൽക്കഹോൾ കലർന്ന ഈ സ്പിരിറ്റ് കലർന്നതായിരിക്കുന്ന സ്പ്രേ പോലെയുള്ളത് ഉപയോഗിച്ചാൽ മലായിക്കത്തിന് അത് വാസന ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ മലക്കുകൾ പിരിഞ്ഞു പോകില്ല, നമ്മളെ ശപിക്കുകയും ചെയ്യും. ഇഷ്ടമില്ലെങ്കിൽ നാട് വിട്ടു നിന്നൂടെ? അത് വിടാൻ പറ്റുകയില്ലല്ലോ. അള്ളാഹുവിന്റെ കൽപ്പന നമ്മയോട് ഒട്ടിപ്പിടിച്ചോളണമെന്നല്ല. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. ഏത് സമയത്തും രണ്ട് മലായിക്കത്തുകൾ പരസ്പരമായി മുഖത്തോട് മുഖം നോക്കി ഇരുന്നു കൊണ്ട് എന്തൊരു നന്മയാണോ ചെയ്യുന്നത് അത് മുഴുവനും അതാ എഴുതി വെക്കുന്നു. ഒന്നും വിട്ടുപോകുന്നില്ല. ഒരുപാട് കാലപഴക്കം ചെന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊക്കെ മറന്നു. ചെറുപ്പം നിറ പ്രായം തികഞ്ഞിട്ട് ഗൾഫിലേക്ക് വരുന്നതിന്റെ മുമ്പെയായി നാട്ടിൽ എന്തെല്ലാം കച്ചറകളും കൂത്താട്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലൊക്കെ വന്നു. ചിലപ്പോൾ ഒരു നല്ലടപ്പനുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ നന്നായി പഴയ കാര്യമൊന്നും ഓർമ്മയില്ല. എന്നാൽ അതൊക്കെ എന്തുണ്ട്? ആ ഫയലുകളിൽ കമ്പ്യൂട്ടറുകളിൽ ഉണ്ട്. ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ എല്ലാം അങ്ങോട്ട് പുറത്തേക്ക് ആടുകയാണ്. ഗൾഫിൽ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആധുനിക പരിഷ്കൃത ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇന്നെല്ലാം ബട്ടൺ അമർത്തുക. ആ ബട്ടൺ അമർത്തിയാൽ നമ്മൾ സ്വയമായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവന്റെ ഊരും അവന്റെ പേരും അവന്റെ അഡ്രസ്സുകളും അവന്റെ ഫോട്ടോകളും അവന്റെ എല്ലാ പരിപാടികളും വളരെ വ്യക്തമായി നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെ ഓർമ്മയാക്കുന്ന ഒപ്പ് അടയാളങ്ങളോട് വന്നാൽ എന്ത് ചെയ്യാനാണെന്ന്. അതേ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിനുള്ള രണ്ട് കമ്പ്യൂട്ടറുകളാകുന്ന പ്രവർത്തനത്തിന്റെ മലായിക്കത്തുകൾ അവരിങ്ങനെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. നമ്മള് മറന്നാലും നമ്മുടെ കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടാലും കേടുവന്നാലും ഇത് കേടുവരികയില്ല. അത് വേണ്ട സമയത്ത് എല്ലാം അവരിങ്ങനെ വായിക്കുകയാണ്. ഇത് യതലഖൽ മുതലഖിയാനി, അവരിങ്ങനെ നോക്കുന്നു. നല്ലത് എഴുതാവുന്ന മലായിക്കത്ത് ചിലപ്പം വെറുതെ ഒരുപാട് സമയം വെറുതെ ഇരിക്കേണ്ടി വരും. വളരെ കുറഞ്ഞ സമയം നല്ലത് എഴുതുന്ന മലക്കിന് കിട്ടുകയുള്ളൂ. എന്നാലും ആ മലക്ക് മറ്റു മലക്കുമായി സംഭാഷണത്തിലും സന്തോഷത്തിലും ഇങ്ങനെ കഴിയുകയാണ്. ഇടഭാഗത്തുള്ള മലക്കിന് എപ്പോഴും എഴുതാനുള്ളത് ഉണ്ടാകുകയാണ്. വാസ്തവത്തിൽ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളറിയാതെ എന്തെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്, എന്തെല്ലാം പ്രവർത്തിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വല്ല വെയിറ്റ് ഉണ്ട്? സാരമുള്ള കാര്യമല്ല. അതൊക്കെ പ്രശ്നമുള്ളത്. അതൊക്കെ മലക്കുകൾ എഴുതാണ്. അത്ര നിസാരൊന്നും മലക്കുകൾ എഴുതാൻ കാത്തിരിക്കുകയില്ല. അവരൊന്നും അതിന് മെനക്കെടുകയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മളിൽ നല്ല വാസനകൾ ഉണ്ടാവണം. ഏതു സമയത്തും നല്ല വാസന എന്ന് പറഞ്ഞാൽ വൃത്തി. അതിന്റെ പുറമെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ സുമ്മയതതയ്യബു, അവന് കുറച്ച് ദിവസങ്ങളോളം വൽ ഹാജ്ജു അശ്അസു അഗ്ബറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിലേക്ക് ഉംറയിലേക്ക് ഇഹ്റാം ചെയ്യുന്ന ആള് അശ്അസാണ്, അഗ്ബറാണ്. രണ്ട് സ്വഭാവങ്ങൾ അവനുണ്ട്. അശ്അസും അഗ്ബറുമാണ്. പൊടിപടലങ്ങൾ ഏത് സമയത്തും അവന്റെ ശരീരത്തിലൊക്കെ ആയിട്ട് അതോടുകൂടി ഇങ്ങനെ വേർത്താല് അതൊക്കെ വാസന ഉണ്ടാവാൻ ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. അതോടുകൂടെ തന്നെയാണ് അഗ്ബറും അശ്അസുമാണ്. അവന്റെ വസ്ത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിട്ട് ഏത് സമയത്തും അതിനെ കഴുകാനോ വെളുപ്പിക്കാനോ അതിനെ തേച്ച് മിനിക്കാനോ എന്നുള്ളതായ അവസരം അവന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ഒരു ഇബാദത്തിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഉള്ളിലായി മലായിക്കത്തുകൾക്കോ മറ്റു കൂടുതലായി സഹകരിക്കുന്ന കൂട്ടുകാർക്കൊന്നും വൃത്തികെട്ട വാസന ദുർഗന്ധം വമിക്കാതിരിക്കാൻ വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പെയായി സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താകുന്നു. അത് സുഗന്ധം കട്ടിപിടിച്ചതായ സുഗന്ധം അല്ലാതിരിക്കുക. അതിന്റെ കളറ് വാസന ഉണ്ടാകുന്ന കളറുകൾ അവശേഷിക്കാത്തതാവുക. അതാണ് ഏറ്റവും നല്ലത്. അത് വസ്ത്രത്തിലാവാതിരിക്കലുമാണ് നല്ലത്. വസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തി ശരീരത്തിലോട് ഒട്ടിപ്പിടിച്ച് വസ്ത്രത്തിലാവുന്നതിന് വിരോധമില്ല.
ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പുരട്ടിയിട്ട് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചെന്ന് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വിയർപ്പ് കൊണ്ട് നീങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സുന്നത്ത്. വസ്ത്രത്തിൽ അത് ഉപയോഗിക്കാതിരിക്കൽ നല്ലതാണെന്ന് പറയാൻ കാരണം, നമ്മളിപ്പോ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയ പുരുഷന്മാർ ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു ഇസാറ് റിദാഗ് എന്നുന്ന ഈ 2 വസ്ത്രങ്ങൾ അത് നാം ഒരു സമയത്ത് അങ്ങോട്ട് മാറ്റിവെച്ചു. അങ്ങനെ ഒഴിവാക്കി വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശന ശേഷമായി നമ്മുടെ വസ്ത്രം ഒന്ന് മാറ്റി, ഉറങ്ങുന്ന സമയത്തോ മറ്റോ ഒന്ന് മാറ്റിയെടുത്തു വീണ്ടും ആ വസ്ത്രം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരാള് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിന് സുഗന്ധവാസന അതിലുണ്ടെങ്കിൽ നാം സുഗന്ധം ഉപയോഗിച്ചവരാകും. ഇഹ്റാമിന്റെ വേളയിൽ നമുക്ക് സുഗന്ധം പാടില്ലല്ലോ. അപ്പൊ ആ വസ്ത്രം വീണ്ടും തിരിച്ചെടുക്കുമ്പോൾ അത് സുഗന്ധം ഇല്ലാതിരിക്കാനാണ് അതിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്.